സർവീസ് അക്കാദമിയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അവന്റെ ഒരു ജോലിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിലെപ്പോഴും കടന്നു വരുന്ന ഒന്നാണ് സിവിൽ സർവീസ് എന്നുള്ളത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതിയും പരീക്ഷയെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു ഓറിയന്റേഷൻ ഇല്ലായ്മയും ഒരു അവബോധമില്ലായ്മയും ഒക്കെയാണ് പലരെയും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കാതെ ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ ഇതിന് വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകുക, സിവിൽ സർവീസ് എന്ന് പറയുന്ന പരീക്ഷയെ പരിചയപ്പെടുത്തുക, അതിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെടുക, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുക, ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുമായി ചേർന്നുകൊണ്ട് ASMC കോളേജ് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ കോളേജിന്റെ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കും. ഇന്ന് നമ്മുടെ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ പരിചയമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമില് ഓറിയന്റേഷൻ നയിക്കുന്ന ബഹുമാനപ്പെട്ട നിംഷിത് സാറാണ്. PK നിംഷിത് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമധേയം. അദ്ദേഹം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി ഫാക്കൽറ്റിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഇന്ന് ഈ പ്രോഗ്രാമില് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പോൾ വി മാത്യു സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. താങ്ക് യു. എത്രയും സ്നേഹമുള്ള ഡക്ടേഴ്സ് അക്കാദമിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സിവിൽ സർവീസ് എന്ന സ്വപ്നവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഈ സെമിനാറിൽ അല്ലെങ്കിൽ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും IAS, IPS, IFS തുടങ്ങിയതായിട്ടുള്ള പ്രീമിയർ ഇന്ത്യൻ സർവീസുകളെ കുറിച്ച്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന, ഒപ്പം തന്നെ സമൂഹത്തിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പൊസിഷനാണ് സിവിൽ സർവീസ്. ഇതിനെക്കുറിച്ച് ദീർഘമായി അക്കാദമിയുടെ ലെക്ചേഴ്സും ഒപ്പം തന്നെ വിദഗ്ധരും സംസാരിക്കുന്നതാണ്. എന്തായാലും ഇതൊരു വളരെ സുവർണ അവസരമായിട്ടാണ് ഓരോ വ്യക്തികളും ഇതിനെ കാണേണ്ടത്. ഏകദേശം 24ഓളം സർവീസുകളാണ് ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കീഴിലായിട്ട് A, B ഗ്രൂപ്പ് സർവീസുകളും പിന്നെ IAS ആയിട്ടുള്ള സർവീസുകളും ഉള്ളത്. ഇപ്പോ ഏത് തരത്തിൽ എടുത്തു നോക്കിയാലും കരിയർ ഗ്രോത്ത് വൈസ് ആയാലും പ്രൊഫഷണൽ ഗ്രോത്ത് വൈസ് ആയാലും സാലറി ഗ്രോത്ത് വൈസ് ആയാലും സ്റ്റേറ്റസ് വൈസ് ആയാലും സിവിൽ സർവീസിന് വെല്ലാനായി പറ്റുന്നത് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ പല സുഹൃത്തുക്കളും സിവിൽ സർവീസിൽ തയ്യാറെടുക്കുന്നവരുണ്ടായിരുന്നു, സിവിൽ സർവീസ് ക്ലിയർ ചെയ്തവരുണ്ട്. ഞാൻ കണ്ടത് സിവിൽ സർവീസിന് ആത്മാർത്ഥമായി ശ്രമിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇന്ന് ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു സർവീസിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു പാഷനായിട്ട് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. ഇന്നലെയും പല ദിവസങ്ങളായിട്ട് പല കുട്ടികളും എന്നെ വിളിക്കാറുണ്ട്. ഇന്നലെയും ഒരാൾ എന്നെ വിളിച്ചു, സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ഞാൻ ഡിഗ്രി അല്ലെങ്കിൽ PGക്ക് തയ്യാറെടുക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. യഥാർത്ഥത്തിൽ വളരെ നേരത്തെ തന്നെ ആരംഭിക്കേണ്ട ഒന്നാണ് സിവിൽ സർവീസ് ട്രെയിനിങ്. ഞാൻ നമ്മുടെ ബാബു പോൾ സാർ, അദ്ദേഹം സിവിൽ സർവീസിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 10ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നാം ഇതിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഡിഗ്രി ആരംഭിക്കുമ്പോഴെങ്കിലും നമുക്ക് സിവിൽ സർവീസ് പഠനം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ വിജയം നാം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് നേടുവാൻ സാധിക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, സിവിൽ സർവീസ് ഏറ്റവും ആദ്യമേ നമുക്ക് നേടുവാൻ സാധിച്ചാൽ എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞാൽ നാം ക്വാളിഫൈഡ് ആണ്. ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ സിവിൽ സർവീസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ക്യാബിനറ്റ് സെക്രട്ടറി ആകാൻ സാധിക്കും. സ്റ്റേറ്റ് തലത്തിലാണെങ്കിൽ ചീഫ് സെക്രട്ടറി ആകാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇനി റിട്ടയർഡ് ആയാലും നമുക്ക് തീർച്ചയായിട്ടും വിവിധങ്ങളായ സർവീസുകളിൽ വളരെയധികം വർഷങ്ങൾ സർവീസിൽ
എടുക്കാൻ കഴിയുന്ന ഒന്നാണ് സിവിൽ സർവീസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഞങ്ങൾ കാണാനിടയായി. എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അദ്ദേഹം താമസിക്കുന്നത്. എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. ഇന്ന് രാവിലെയും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങൾ മെസ്സേജ് അയക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ സിവിൽ സർവീസിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ് ചീഫ് സെക്രട്ടറി. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഇവരുടെ ഔദ്യോഗിക പദവിയും ഒപ്പം തന്നെ സ്റ്റാറ്റസും സാലറിയും എല്ലാം വളരെ ഉയർന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഏകദേശം 2,50,000 രൂപ ബേസിക് സാലറിയായി ലഭിക്കുന്നു. എന്ന് വെച്ചാൽ അതിന് ഇരട്ടിയാണ് യഥാർത്ഥത്തിലുള്ള സാലറി വരുന്നത്. കാരണം ധാരാളം കമ്പോണൻസ്, HRA, DA, ട്രാവൽ അലവൻസ്, ടെലിഫോൺ അലവൻസ്, പിന്നെ ഇൻഷുറൻസ്, കുട്ടികളുടെയും പേരൻസിന്റെയും ഹെൽത്ത് തുടങ്ങിയതായിട്ടുള്ള ധാരാളം സെക്യൂരിറ്റി മെഷേഴ്സും ഒപ്പം തന്നെ സോഷ്യൽ ഹെൽത്ത് സെക്യൂരിറ്റി മെഷേഴ്സും അവർക്ക് ലഭ്യമാണ്. മാത്രമല്ല സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും സിവിൽ സർവീസ് നേടുന്നവർക്ക് സാധിക്കും. IAS ആയാലും IFS ആയാലും IRS ആയാലും ഏത് സർവീസ് ആയാലും ധാരാളം അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സർവീസിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കണം അല്ലെങ്കിൽ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായും പറയാനുള്ളത്. ഞാൻ PhD ആരംഭിച്ചപ്പോൾ ഏകദേശം 10 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഷിയാസ്, അദ്ദേഹം അന്ന് സിവിൽ സർവീസിന്റെ മെയിൻസ് എഴുതി പാസ്സായി. ഇന്റർവ്യൂവിന് അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ PhD കഴിഞ്ഞ് പോയി. പിന്നെ അദ്ദേഹവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഏകദേശം 7 വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് IPS കിട്ടുവാനിടയായി. ഞാൻ വിചാരിച്ചു അവനത് ഉപേക്ഷിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ കാലഘട്ടങ്ങളിലൊക്കെയും വളരെയധികം പേഷ്യൻസോടുകൂടി വളരെയധികം ക്ഷമയോടുകൂടി അതിനെ പെർസ്യൂ ചെയ്യുകയും ചേസ് ചെയ്യുകയും അങ്ങനെ ദീർഘകാലത്തെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അത് നേടുവാൻ സാധിച്ചത്. അപ്പോൾ വളരെയധികം ശ്രമം ആവശ്യമുണ്ട്. ഒപ്പം തന്നെ പേഷ്യൻസും ഉണ്ടെങ്കിൽ സിവിൽ സർവീസ് ഏതൊരു സാധാരണ വ്യക്തികൾക്കും നേടാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനും സിവിൽ സർവീസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് അതിലുള്ള ചില ആളുകൾ, ഒരാൾ കർണാടകയിലെ സിവിൽ സർവീസിലെ ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഒരാൾ IRS ആണ്. എൻ്റെ പല ഉറ്റ സുഹൃത്തായ ഒരാൾ, എളുപ്പം വിളിക്കാനുള്ള ആളും, അദ്ദേഹം ഇപ്പോൾ IRS ആണ്. 4ാമത്തെ തവണയാണ് അദ്ദേഹം സിവിൽ സർവീസ് ക്ലിയർ ചെയ്തത്. സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കണ്ണൂർ സ്വദേശിയായ കുഗ്രാമത്തിൽ ജീവിച്ചു വരുന്ന ആളാണ് അദ്ദേഹം. എൻ്റെ സമാന പ്രായമുള്ള ആളാണ്. അപ്പോ തീർച്ചയായിട്ടും സമൂഹത്തിൽ വലിയ മാറ്റം വരുത്തുവാനുള്ള ഒരു അവസരമാണ്. ഒപ്പം തന്നെ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിൽ ഏറ്റവും മികച്ച ഒരു ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ നേടുവാൻ തീർച്ചയായും സിവിൽ സർവീസ് നമ്മെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായും പരിശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഒരു പ്രാവശ്യം സിവിൽ സർവീസിന് അറ്റംപ്റ്റ് ചെയ്താൽ, ആത്മാർത്ഥമായി തയ്യാറെടുത്താൽ അത് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഞാൻ 100% അഷ്വർ ചെയ്യുകയാണ്. ഇപ്പോൾ ടെക്ടസ് അക്കാഡമിയും ഓഫർ ചെയ്യുന്ന അതാണ്. നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ഏൺ ബൈ ലേൺ പ്രോഗ്രാം നമ്മൾ കോളേജിൽ ഓഫർ ചെയ്യുന്നു. പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്യാം. അതുപോലെ തന്നെ പഠിക്കുന്നതോടൊപ്പം സിവിൽ സർവീസ് പഠിക്കണമെങ്കിൽ വളരെ ചെറിയ നിരക്കിൽ, വളരെ തുച്ഛമായ നിരക്കിലുള്ള ഒരു ഫീസാണ് ടെക്ടസ് അക്കാഡമി എന്നോട് പറഞ്ഞത്. ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നൽകാനും ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ നൽകാനും അവർ തയ്യാറാണെന്ന് അറിയിക്കുകയുണ്ടായി. അതിന്റെ വിശദ വിവരങ്ങളും മറ്റു കാര്യങ്ങളും അതിന്റെ ഔദ്യോഗികമായ ഭാരവാഹികൾ നിങ്ങളെ അറിയിക്കും. തീർച്ചയായും സിവിൽ സർവീസ് എന്നുള്ള സ്വപ്നം ഒരിക്കലും അകലെയല്ല. നിങ്ങൾ ഈ ദിവസങ്ങളിലെ പേപ്പറുകളൊക്കെ വായിച്ചാൽ അറിയാൻ സാധിക്കുന്നത് വളരെ സാധാരണമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരും സിവിൽ സർവീസിൽ ഉയർന്ന റാങ്കുകൾ നേടുന്നുണ്ട്. പെർസിവറൻസ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം നേടുവാൻ സാധിക്കും. ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതിന്റെ വിശദ വിവരങ്ങൾ ഇതിന്റെ എക്സ്പേർട്സ് നമ്മോട് പറയും. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ SSLCക്കോ ഒക്കെ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടണമെങ്കിൽ 95, 96 ഒക്കെയാണ് പെർസെന്റേജ്. ബട്ട് സിവിൽ സർവീസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആളുടെ മാർക്ക് എന്തായാലും 50% താഴെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 41, 45% ഒക്കെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് തന്നെ എത്താൻ സാധിക്കും. അത് മാത്രമല്ല സിവിൽ സർവീസിൽ പ്രിലിമിനറി ആണെങ്കിൽ ഒരെണ്ണം ലെവൽ പ്ലേയിങ് ആണ്, ക്വാളിഫയിങ് എക്സാം ആണ്. അതിനും ഏകദേശം 50% മാർക്ക് കിട്ടിയാൽ, ഇപ്പോൾ 200 മാർക്കിൽ 105 ഒക്കെ കിട്ടുന്ന ആളുകൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാറുണ്ട്. 115 ആ ലെവലിലൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് അതിന് വളരെ വ്യക്തമായ ധാരണയില്ല. എന്ന് വെച്ചാൽ ലോകത്തിലുള്ളത് മുഴുവൻ പഠിക്കണമെങ്കിലും ലോകത്തിലുള്ളത് മുഴുവൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് നന്നായി ശ്രമിച്ചാൽ, സിലബസ് ഫോളോ ചെയ്താൽ, പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും അത് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് പല സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ നേരത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒക്കെ തുടങ്ങിയത് അല്പം വൈകിയെന്നും ഒപ്പം തന്നെ
പ്ലാനിങ്ങിൽ ഒത്തിരി പിഴവുകൾ സംഭവിച്ചുവെന്നും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആ പിഴവുകൾ സംഭവിക്കാതെ തീർച്ചയായും വളരെ നേരത്തെ തന്നെ 10ാം ക്ലാസ്സിലാണെങ്കിൽ 10ാം ക്ലാസ് തന്നെ അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ നമുക്കതിനെ തയ്യാറെടുക്കുവാൻ സാധിക്കണം. അതിന് ഈ സുവർണാവസരം നിങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും, ഷിംജിത്ത് ഇത് ക്ലാസ് നയിക്കുന്ന സിവിൽ സർവീസ് അക്കാഡമിയിലെ റിസോഴ്സ് പേഴ്സൺ, ലെക്ടസ് അക്കാഡമിയുടെ ഭാരവാഹികൾ, ആവസ്റ്റെല്ല മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ, ഡയറക്ടർ, ടീച്ചേഴ്സ്, മറ്റ് വിദ്യാർത്ഥികൾ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സിവിൽ സർവീസ് ആസ്പിറൻസിനെയും ഹൃദയപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു പോൾ സർ. നമ്മളെ ഇന്നത്തെ ഈ ഓറിയന്റേഷൻ സെഷൻ നയിക്കുന്നത് ബഹുമാനപ്പെട്ട നിംഷിത് സർ ആണ്. അദ്ദേഹം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന സിവിൽ സർവീസ് ട്രെയിനേഴ്സിൽ ഒരാളെ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ള ഒരു വീക്ഷണം സിവിൽ സർവീസ് എന്ന ഉദ്യോഗത്തെ സംബന്ധിച്ചിട്ടും സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനെ സംബന്ധിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ ലഭിക്കും എന്ന് നമുക്ക് തീർച്ചയാണ്. നിംഷിത് സാറിനെ എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. വെൽക്കം നിംഷിത് സാർ. താങ്ക് യു സോ മച്ച് സർ, ആൻഡ് ഗുഡ് ഈവനിങ് ഓഫീസേഴ്സ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ സാറിന്റെ മുമ്പ് സംസാരിച്ച സാറുടെ സംസാരം കേൾക്കായിരുന്നു. വളരെ ക്രിസ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇൻഫാക്ട് ഞാനിപ്പോ ഇന്ന് സംസാരിക്കാൻ എനിക്ക് നല്ലൊരു ത്രെഡാണ് സാർ തന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് പറയാം. ഐ എം റിയലി താങ്കിങ് for all you that you have, Dr. Paul sir especially, because you have given me a good thread to start with. കാരണം കുറെ കാര്യങ്ങൾ സാർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മേ ബി ഐ ജസ്റ്റ് നീഡ് ടു കുറച്ച് അതിലേക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. സോ യു ജസ്റ്റ് മേഡ് മൈ വർക്ക് വെരി ഈസി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒന്നാമത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഐ ബിഗിൻ വിത്ത് ദാറ്റ്. അത് സാർ പറഞ്ഞത് ഇങ്ങനെ എല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ള കേസല്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് പോയിന്റ്. കാര്യം ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വുഡ് വാണ്ട് ടു ഡിസ്കസ് ടുഡേ. കാരണം ഇങ്ങനത്തെ ഒരു എക്സാമിന് ഒരു സിലബസ് ഉണ്ട്. അപ്പൊ സിലബസ് ഫുൾ അങ്ങോട്ട് പറയാ, സിവിൽ സർവീസിന് സിലബസ് ഒന്നായിട്ട് പറയാം എന്നല്ല എന്റെ ലക്ഷ്യം. പക്ഷെ എന്നിരുന്നാലും അറ്റ്ലീസ്റ്റ് ടുഡേ വിൽ ബി എ ഡേ we'll come to a realization, or at least that is my attempt. Okay, I'm not saying today will be the day that ഇതിനൊരു സിലബസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ധാരണകളെക്കാളും കൂടുതൽ നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണുള്ളത്. സോ that's one initiative for protectors has just come forward. So whichever part of Kerala you are, we all belong to our nation. And what a time to talk about civil service. കാര്യം എന്താന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് നമ്മൾ കണ്ടതാണ്, നിങ്ങൾ കണ്ടതാണ്. യു ഹവ് സീൻ പീപ്പിൾ മൂവിങ് ഫ്രം വൺ പോർഷൻ ഓഫ് അവർ നേഷൻ ടു അനദർ പോർഷൻ. അതിഥി തൊഴിലാളികൾ ഈ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് നടന്നു നീങ്ങി പോകുന്നത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ലൈക്ക് worms, but they are human beings with dignity. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? And such situations that we see will make us more responsible. നമുക്കൊന്നും കൂടെ ഏറെ ഉത്തരവാദിത്തം ബോധം നൽകേണ്ട കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. And those are the things that should be really motivating us to think about an exam like this. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ലൈറ്റ് വെച്ച കാറോ ലൈറ്റ് വെക്കാത്ത കാറോ അതിന്റെ പവറോ പ്രസ്റ്റീജോ ഗ്ലാമറോ ഗ്ലോറിയോ ശമ്പളോ ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് that you're going to lead this nation in whichever limited capacity that you will be as an officer, but you're going to lead our nation forward. നിങ്ങൾ അവിടെ ഉണ്ടാവാൻ പോവുകയാണ് ഒരുപാട് ആളുകൾക്ക് അത്താണിയായിട്ട്. അധികാരത്തിന്റെ വരാന്തയിൽ നിങ്ങളെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദി ഡൗൺ ട്രോഡൻ പീപ്പിൾ who are waiting for you. ഒരു കുട്ടിയുടെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു വിധവയുണ്ട്. പെൻഷന്റെ പേപ്പറിന് വേണ്ടി ഒരുപാട് ഓഫീസ് കയറി ഇറങ്ങി എന്താ പറയാ ചെരുപ്പ് പൊട്ടി കാലിന്റെ തോലൊക്കെ വിട്ടുപോയ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. And they are waiting for you. And in fact, those things would really give us enough reasons to prepare for an exam like this. Yes, officers, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇങ്ങനെ ഉണ്ടാവണേ. ഇതിപ്പോ എന്താണ് ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേ കമ്പ്യൂട്ടർ നോക്കിയാണല്ലോ സംസാരിക്കുന്നത്. ആൻഡ് I really hope that I'll be able to trace the existence of human life in the chat box. Okay, അപ്പൊ നിങ്ങൾ അവിടെ ഇങ്ങനെ ഉണ്ടായാൽ മതി. അപ്പൊ എനിക്ക് തോന്നുന്നു സാറ് ഇട്ടുന്ന ത്രെഡ് തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ when you listen to me and when you will spend your GB,
ഞാനിങ്ങനെ ഒരു പവർ പോയിന്റ് സ്ലൈഡ് കാണിച്ചിട്ട് അതിൽ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇത്ര സ്റ്റേജുകളാണുള്ളത്, പ്രിലിമിനറി അങ്ങനെയാണ്, മെയിൻസ് ഇങ്ങനെയാണ്, ഇന്റർവ്യൂ അങ്ങനെയാണ്, അങ്ങനെയൊന്നും ഒരു സ്ലൈഡ് കാണിച്ചിട്ട് ഞാൻ ആദ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്പർ 1, ഗൂഗിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൈമറി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് എക്സാം അത് നിങ്ങൾക്ക് എന്നും കിട്ടാവുന്നതാണ്. അപ്പോ സോ ഐ വുഡന്റ് ഡു ദാറ്റ്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ അങ്ങനെ ഒരു അടിസ്ഥാനത്തിലല്ല ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോ ഈ കുറച്ചു നേരം കൊണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നല്ല. ബിക്കോസ് നമ്പർ 1, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ഒന്നുമല്ല. ഞാൻ മോട്ടിവേഷൻ സ്പീച്ച് നടത്തിയിട്ട് കപ്പ് വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കപ്പ് ഹോർലിക്സ് കുപ്പിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പൊ ആ മോട്ടിവേഷന്റെ ആവശ്യമില്ലല്ലോ. സാർ നല്ല ത്രെഡ് ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ദെൻ ഈ ഞായറാഴ്ച ദിവസം ഈ വൈകിട്ട് ഈ സമയത്ത് ഒരു സിവിൽ സർവീസ് സെമിനാറിൽ വന്ന കുട്ടികളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? നിങ്ങൾ ഒന്നൊന്ന് യെസ് പറഞ്ഞ് സമാധാനിപ്പിച്ചു തന്നാല് മോട്ടിവേഷന്റെ ആ ഭാഗം ഒഴിവാക്കായിരുന്നു. എന്താ കുട്ടികളെ, ചാറ്റ് ബോക്സ് ഇല്ലേ? നിങ്ങളെന്തോന്നും മിണ്ടാത്തെ? താങ്ക് യു. ഓക്കെ, രക്ഷപ്പെട്ടു. ദിസ് ഈസ് ജസ്റ്റ് ടേക്കിംഗ് എ ഗുഡ് ആൻസിപ്പേറ്ററി ബെൽ. അപ്പൊ അതും തീരുമാനമായി. ഇനി എന്ത് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനാണ്? നിങ്ങൾ എന്നോട് വന്നല്ലോ. അപ്പൊ ലെറ്റ്സ് ട്രൈ ടു ഡിസ്കസ് അബൌട്ട് സം മിത്സ് റിഗാർഡിംഗ് ദിസ് എക്സാം. ആൻഡ് ഐ വിൽ ട്രൈ ടു ബ്രേക്ക് സർട്ടൻ മിത്സ് റിഗാർഡിംഗ് ദിസ് എക്സാം. ടോക്കിംഗ് അബൌട്ട് മിത്സ്, എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഞാൻ ഇന്റർവ്യൂവിനെ പറ്റി ഇങ്ങനെ വലിയ കഥകളോ കാര്യങ്ങളോ പറയുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ബ്ലിങ്ക് ആയി പോകും. അപ്പൊ ആരെങ്കിലും ആള് കേട്ടുന്നെങ്കിലും പറയണം കേട്ടോ. അതായത് സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന്റെ ഒരു ചോദ്യമാണ്, കയറി വരുമ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം സിവിൽ സർവീസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ ആരും? ഇപ്പത്തെ ജനറേഷൻ അത് കേൾക്കുന്നില്ല. പണ്ടൊക്കെ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? ഇന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്. കാര്യായിട്ടാ? അല്ല, കാര്യായിട്ട് കേട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്തായാലും ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല, ചിലർ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്. എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന്റെ ചോദ്യമാണ്, കയറി വരുമ്പോ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ട്, അതെ, സിനിമയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ UPSCന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആ ദിവസം അവര് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്നെ അവിടെ വെച്ചു. ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലേക്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. കാര്യം എന്താന്ന് പറഞ്ഞാല്, ഞാൻ ഈ സ്റ്റെപ്പ് എണ്ണിട്ടില്ലല്ലോ. എന്നോടെങ്ങാനും ഇവര് സ്റ്റെപ്പിന്റെ എണ്ണം ചോദിച്ചാൽ ഞാൻ ആകെ പെട്ടുപോകല്ലോ. അപ്പൊ ഞാൻ ആകെ ബേജാറായി പോയി. ഇന്റർവ്യൂവിന്റെ ഐ റിയലി ഹോപ്പ് യു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മൈ സ്ലാങ്. ഓക്കെ, എന്തായാലും ഞാൻ ആകെ ടെൻഷനായി പോയി ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയി. കാരണം ഞാൻ സ്റ്റെപ്പ് എണ്ണിട്ടില്ലേ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് പഠിച്ചോ കാത്തതാണ്, എന്നോട് സ്റ്റെപ്പിന്റെ എണ്ണം ഏതായാലും ചോദിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്റർവ്യൂ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ നല്ലവരായ മലയാളികൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വേണമല്ലോ. അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ UPSCയുടെ ആ ബിൽഡിംഗ് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം ഓഫീസേഴ്സ്, ഞാൻ എങ്ങനെ UPSCയുടെ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് എണ്ണാം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തില്. കാരണം കറക്റ്റ് ഇനി എണ്ണം തെറ്റണം കണ്ട. അങ്ങനെ ഞാൻ ഇങ്ങനെ UPSCയുടെ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ റോഡിലെത്തി തിരിച്ചിങ്ങനെ നോക്കുമ്പോൾ എന്റെ ബാക്കിൽ UPSC ബിൽഡിംഗ് ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് ദ മൊമെന്റ് ഐ റിയലൈസ് ദാറ്റ് സ്റ്റെപ്പ് ഒന്നും ഞാൻ എണ്ണീറ്റില്ല എന്ന്. തിരിച്ചു വരുമ്പോഴും വൈ? ബിക്കോസ് സ്റ്റെപ്പ് ഒന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. വൈ? ബിക്കോസ് സ്റ്റെപ്പ് ഒന്നും ഞാൻ കയറിയിട്ടില്ല. വൈ? സ്റ്റെപ്പ് ഇല്ലാന്ന്. UPSCന്റെ ഇന്റർവ്യൂ നടത്തുന്നത് പഴയ ബ്രിട്ടീഷുകാരുടെ ബിൽഡിംഗ് ആണ്. അതിന് ഗ്രൗണ്ട് ഫ്ലോറേ ഉള്ളൂ, അതിന് വേറൊരു ഫ്ലോർ ഇല്ല. ഇനി ഇല്ലാത്ത സ്റ്റെപ്പിന്റെ എണ്ണം അവർ ചോദിക്കുന്ന കാലങ്ങളായിട്ട് നമ്മളെ മലയാളികൾ വിശ്വസിക്കുന്ന ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റ് മിത്സ് revolving around this exam. So when I just think about breaking some myths, maybe I'll just thought about breaking that myth. അല്ല, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാം. ഇപ്പൊ ഇവിടെ ഇന്റർവ്യൂവിൽ നടക്കുന്ന ഇന്റർവ്യൂ ബോർഡോ സ്റ്റെപ്പ് ഉണ്ടോ ഇല്ലെന്നല്ല ഇവിടുത്തെ അന്താരാഷ്ട്ര വിഷയം. ഞാൻ പറയാണ്, അത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഉള്ളത്. Now that was my point. Okay, I just want to tell you the level of തെറ്റിദ്ധാരണ that we have regarding this exam, and that is actually my premise when I'll be talking to you about this exam. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ നിങ്ങളാണെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആണല്ലോ. നിങ്ങളാണെങ്കിൽ അത് പറയും ചെയ്ത് നിങ്ങൾ ഭയങ്കര മോട്ടിവേഷൻ ആണല്ലോ. ലൈറ്റ് വെച്ച് കിങ് കമ്മീഷണർ ആ കഥകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കി മോട്ടിവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഫാക്ട്സുകളൊന്നല്ല, നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെ. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞാല് ഒരുപാട് വാരി വലിച്ച് വായിക്കേണ്ട പരീക്ഷയാണ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നടന്ന് വായിക്കുക, പറന്ന് വായിക്കുക, പാറി വായിക്കുക, ആകാശത്തിന് താഴെയുള്ളതും, യെസ് ഐ നോ ദാറ്റ്, ആകാശത്തിന് താഴെയുള്ളതും, യെസ് ഭൂമിയുടെ മുകളിലുള്ളതും എന്തും വായിക്കുക അല്ലെ. അങ്ങനെ കൈ കിട്ടിയത് എന്തും വായിക്കുക, അങ്ങനെ തന്നെ ഒരു വായനാ ജീവിതം. ഫൈൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം,
2013 എന്ന് പറഞ്ഞ വർഷം സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസിൽ, അപ്പൊ ഞാൻ കൂട്ടത്തിലെ ചുളിവില് മെയിൻസ് ആണെന്ന് പറയാം കേട്ടോ. മെയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പരീക്ഷയാണ്, റിട്ടേൺ പരീക്ഷയാണ്. ഇൻഫാക്ട് സിവിൽ സർവീസ് പരീക്ഷയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് മെയിൻസ്. ഓക്കെ, 1750 മാർക്കിനാണ്. അപ്പൊ ഞാൻ ചുളിവിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ, ഫാക്ടുകളാണ്. അപ്പോ 2013 സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസിൽ ഒരു നിർണായകമായ മാറ്റം ഉണ്ടായി. 2013 the biggest change that has taken place in civil service exam in 2013. ആ ചേഞ്ചിലാണ് ഇപ്പോഴും ഈ എക്സാം നടക്കുന്നത്, മെയിൻസിൽ, റിട്ടേൺ പരീക്ഷയിൽ. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറയോ വാട്ട് ഇസ് ദ ബിഗസ്റ്റ് ചേഞ്ച്? ഓക്കെ മാളവിക, ഒരു ഓപ്ഷൻ പേപ്പർ ആക്കി. ദാറ്റ് ഈസ് വൺ ചേഞ്ച്, സമ്മതിച്ചു, അതൊരു ചേഞ്ച് ആണ്. ബിഗസ്റ്റ് ചേഞ്ച് ഞാൻ ചോദിച്ചാൽ ഏറ്റവും വലിയ മാറ്റം, ദ ബിഗസ്റ്റ് ചേഞ്ച്. ലാംഗ്വേജ് പണ്ടും ഏത് ഇഷ്ടമുള്ള ഭാഷയിലും എഴുതായിരുന്നു, ഇപ്പോഴും ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഏത് ഭാഷയിലും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. ലാംഗ്വേജ് അല്ല. ഓക്കെ, 2 ആഴ്ചയ്ക്ക് വിഷയമുള്ളത് 1 ആഴ്ചയ്ക്ക് വിഷയമാക്കി മാറ്റി. മാളവിക പറഞ്ഞത് പോയിന്റ് ഉണ്ട്, 2013 വന്നാണ്. ദ ബിഗസ്റ്റ്, ഐ എം യൂസിങ് എ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ബിഗസ്റ്റ്. അതൊന്ന് എന്താണത്? ഗസ് ചെയ്തോ? അടിച്ചു. ഇപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും, എന്നാ ചെങ്ങായി നിനക്കെന്ന് പറഞ്ഞൂടെ എന്നല്ലേ, അതായത് കുറെ നേരമായില്ലേ, എന്താ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പറയാല്ലേ, ഇന്ന് അങ്ങനെയല്ലേ നല്ലത് ഓഫീസേഴ്സ്? അതെ, എപ്പ പറയണല്ലേ. ഓക്കെ, 2013 വരെ സിവിൽ സർവീസ് പരീക്ഷയുടെ റിട്ടേൺ പരീക്ഷ എങ്ങനെയായിരുന്നു എന്നറിയാം. 2013 വരെ, അതായത് മെയിൻസ് പരീക്ഷ ഹാളില്, റിട്ടേൺ പരീക്ഷയുടെ പരീക്ഷ ഹാളില് പേപ്പർ എക്സാം എങ്ങനെ എഴുതി കൊടുക്കുക, പേഴ്സണൽ ടെസ്റ്റ് ഒന്നുമല്ല, അതൊന്നുമല്ല. ഓക്കെ, നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ബിഗസ്റ്റ് ചേഞ്ച്. ഓക്കെ, 2013 വരെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാല്, ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ഒന്നല്ല റീജിയണൽ ലാംഗ്വേജ് റിമൂവ് ചെയ്തൊന്നുമല്ല. ഓക്കെ, ഞാൻ അതിന് ബിഗസ്റ്റ് ഏതായാലും പറയാം, നിങ്ങൾ ഈ ഡൗട്ടുകൾ നമുക്ക് അഡ്രസ് ചെയ്യുന്നതായാലും. 2013 വരെ സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസ് എഴുതുമ്പോൾ, റിട്ടേൺ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, 2013 വരെ പരീക്ഷയുള്ള പേപ്പർ ഇങ്ങനെ ഓരോ ആൻസർ എഴുതുമ്പോഴും ചില ആൾക്കാർ എടുത്തേക്കാ ഇങ്ങനെ പൊന്തിച്ച് കഴിക്കും. എന്തിനാണ്? എക്സ്ട്രാ പേപ്പർ ചോദിക്കാൻ, എക്സ്ട്രാ പേപ്പർ. നിങ്ങൾ അങ്ങനത്തെ ചില ജന്മങ്ങളെ കണ്ടിട്ടില്ലേ? പരീക്ഷ ഹാളില് ഏറെ പേപ്പർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കണ്ടിട്ടുണ്ടോ? പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോ വെറുതെ പേപ്പർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങള്? ചിലപ്പോ നിങ്ങൾ തന്നെ അതിൽപ്പെട്ട ആൾക്കാരൊന്നും അറിയാം. ആവശ്യമുണ്ടായിട്ടാ? പേപ്പർ ആവശ്യമുണ്ടായിട്ടല്ല, ഏറെ പേപ്പർ ചോദിക്കുക വഴി അടുത്തുള്ള ആളുടെ മനോവീര്യം കെടുത്തുന്ന ഒരു മലയാളി. അതാണ്, ആവശ്യമുണ്ടായിട്ടൊന്നല്ല. ആരും ഒന്ന് മ്യൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ, അത് നോയ്സിന്റെ ആയതുകൊണ്ടാണ്. ഓക്കെ, ആരൊന്ന് മ്യൂട്ട് ചെയ്യണ്ടേ. ഓക്കെ, ഏറെ പേപ്പർ ആവശ്യമുണ്ടായിട്ടല്ല. 2013 വരെ നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു, എക്സ്ട്രാ പേപ്പർ ഇങ്ങനെ കിട്ടും, അതിലും കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. 2013 തൊട്ട് ഇപ്പൊ വരെ സിവിൽ സർവീസ് പരീക്ഷയുടെ മെയിൻസ് എന്ന് പറഞ്ഞാല് ഒരു 50-60 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. ഇപ്പൊ 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉള്ളത്. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാൻ പ്രിലിമിനറി പരീക്ഷയെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്. നമുക്ക് ഏറ്റവും നിർണായകമായ സ്റ്റേജിനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഓക്കെ, യെസ്, താങ്ക് യു അഫീഫ്. ബുക്ക്ലെറ്റ്, താങ്ക് യു. ഒരു 50-60 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവും. അപ്പോ GS പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, 250 മാർക്കിന്. ഓക്കെ, അതിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ 20 ചോദ്യങ്ങൾ ഉണ്ടാവും ആ GS പേപ്പർ 1 കേട്ടോ. ആ 20 ചോദ്യങ്ങളും എഴുതാൻ വെറും 50-60 പേജുള്ള ഒരു ബുക്ക്ലെറ്റേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഏറെ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് ഒരു ബുക്ക് എന്നൊരു കടലാസ് കീറി അതിൽ അങ്ങോട്ട് എഴുതുക. അതല്ലാണ്ട് UPSന്റെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് ഏറെ കിട്ടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. ആ 50 പേജിന്റെ ഉള്ളില് ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പറിന്റെ എല്ലാ ചോദ്യങ്ങളും എഴുതിക്കൊള്ളാം. Now that is one change by which UPSC is telling you there is a space limit. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സ്പേസ് ലിമിറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് എഴുതാൻ പറ്റൂല എന്നുള്ളത്. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? ബുക്ക്ലെറ്റ് ആണ്, ഏറെ പേപ്പർ കിട്ടൂല. ബുക്ക്ലെറ്റിൽ ചോദ്യങ്ങൾ പ്രിന്റഡ് ആവും, അത് എഴുതാനുള്ള സ്പേസ് ഉണ്ടാവും, ഒരു സൈഡ് അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആർ യു ഹാപ്പി അബൌട്ട് ദാറ്റ് ചേഞ്ച്? നിങ്ങൾക്ക് സങ്കടമായോ സന്തോഷമായോ? അങ്ങനെയാണ്, അതായത് വാരി വലിച്ച് എഴുതാനുള്ള സ്പേസ് കിട്ടൂല, വെറും ആ പേജുകളിന്റെ ഉള്ളിൽ എഴുതിക്കൊള്ളണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമായോ സന്തോഷമായോ? സങ്കടാവും. ആർക്കും അറിയോ? സിവിൽ സർവീസിന് വേണ്ടി വാരി വലിച്ച് വായിച്ച ആൾക്കാർക്ക്. ഏതോ സിനിമയിലുണ്ട്, വേണുനാഗവല്ലി മോഹൻലാലിന് ഒരു ബുക്ക് കൊടുക്കുന്നത്, പക്ഷിയാ സിനിമന്റെ പേര്. ഓക്കെ,
അപ്പൊ മോഹൻലാൽ അടുത്ത സീനിലേക്ക് കാണും മോഹൻലാൽ IAS ആയി. അപ്പൊ എന്റെ ഉപ്പ എന്നെ ട്രോളാൻ വേണ്ടി പറയും, ഓക്കെ നീ ആ ബുക്ക് വായിക്കാൻ തന്നെ കേടാണെന്ന്. ഏതാണ് ആ ബുക്ക് എന്ന് അറിയില്ല. അതായത് ഒരു ലൈബ്രറിയിൽ പോയി ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുക, ഒരുപാട് ബുക്ക് വായിക്കുക, അങ്ങനെയൊക്കെ നല്ലത് തന്നെയാണ്. ഞാനൊരു നോളജിന് എതിരായി നിൽക്കുന്നതെന്നല്ല. പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ റിയാലിറ്റി ദാറ്റ് വാട്ട് എവർ യു ഹവ് റെഡ് അത് എഴുതാനാകെ 50 പേജേ ഉള്ളൂ, അതിനുള്ളിൽ എഴുതിക്കൊള്ളണം. Now that is one change, one മാറ്റം which is changed, which is മാറ്റിയത് the way you prepare for the exam. ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന പ്രക്രിയയില് വലിയ മാറ്റം കൊണ്ടുവന്ന വലിയൊരു മാറ്റമാണത്. Now that is some change. അത് ഞാൻ ആദ്യം നിങ്ങളോട് സിവിൽ സർവീസിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് അത് പറയണം നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് തുടങ്ങിയത് ബുക്ക്ലെറ്റിനെ പറ്റിയിട്ട്. കാരണം നിങ്ങൾ സിവിൽ സർവീസ് സെമിനാറിന് സിവിൽ സർവീസിനെ പറ്റി ഒരുപാട് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെമിനാറുകളിൽ ഒരു ബുക്ക് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. യൂട്യൂബിൽ നോക്കിയിട്ട് സിവിൽ സർവീസിന് വേണ്ടി വായിക്കേണ്ട ബുക്ക് ലിസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. ആൻഡ് ദെൻ യു വിൽ കളക്ട് ഓൾ ദീസ് മെറ്റീരിയൽസ് ടു റീഡ് ഫോർ ദി സിവിൽ സർവീസ് എക്സാം. ആൻഡ് ദെൻ യു വിൽ ബിക്കം എ മെറ്റീരിയൽ കളക്ടർ വെൻ യുവർ ഒറിജിനൽ ഡ്രീം വാസ് ടു ബിക്കം എ ഡിസ്ട്രിക്ട് കളക്ടർ. വാട്ട് എ ട്രാജഡി. നമ്മൾ മെറ്റീരിയൽ കളക്ടറായി മാറും, ജില്ലാ കളക്ടർ ആവേണ്ട ആള്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞത്, എന്തൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എഴുതിക്കൊള്ളണം. സോ UPSC വിത്ത് ദിസ് ചേഞ്ച് ഈസ് ഷൗട്ടിംഗ് ടു ദ എൻറ്റയർ നേഷൻ. ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രാമങ്ങളുടെ രാജ്യമാണ്. ആ രാജ്യത്തുള്ള ഓരോ ഗ്രാമവാസിനോടും UPSC ഉച്ചത്തിൽ ശബ്ദിച്ച് സംസാരിക്കുകയാണ്, വിളംബരം ചെയ്യാണ്. there is no വാരിവലിച്ച് എഴുതൽ in civil service, which means there is no വാരിവലിച്ച് വായിക്കൽ for civil service. Why do you വാരിവലിച്ച് വായിക്കൽ? You വാരിവലിച്ച് വായിക്കൽ because you want to വാരിവലിച്ച് എഴുതൽ. But then what? There is no വാരിവലിച്ച് എഴുതൽ in civil service because there is a space limit. Okay ആണോ? മനസ്സിലായോ ഓഫീസേഴ്സ്? Now that was my point there. രണ്ടാമത് you have a word limit. Word limit ഉണ്ടല്ലോ. ഒരു ചോദ്യം 150 വേർഡ്സിന്റെ ഉള്ളിൽ എഴുതാനാ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മെയിൻസിനെ പറ്റിയിട്ടാണ്, പ്രിലിംസിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. മെയിൻസ് ആണ് മെയിൻ. 150 വേർഡ്സിന്റെ ഉള്ളിൽ എഴുതണം. ഡു നോട്ട് എക്സീഡ് 150 വേർഡ്സ്. ഡു നോട്ട് എക്സീഡ് 250 വേർഡ്സ് എന്നാണ് ഇൻസ്ട്രക്ഷൻ അറ്റാച്ച്ഡ് ടു എവറി ക്വസ്റ്റ്യൻ. Now what does that mean? ഡു നോട്ട് എന്നാ പറഞ്ഞേ, അല്ലാണ്ട് ഒരു 150 വേർഡ്സ് ഒക്കെ എഴുതി ഒപ്പിക്കണം കേട്ടോ, ഒരു 150 വേർഡ്സ് എങ്കിലും എഴുതണം കേട്ടോ, അങ്ങനെയല്ല. ഡു നോട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 150 വേർഡ്സ് കൂടുതൽ എഴുതരുത്. എഴുതിയാലാണ് മോശം. ക്വാളിറ്റിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി അല്ല. ഓക്കെ ആണോ? അപ്പൊ കൂടുതൽ വാരി വലിച്ച് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? അതായത് സിലബസിന്റെ അടിസ്ഥാനത്തിലല്ലാണ്ട്, റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിലല്ലാണ്ട് വാരി വലിച്ച് എന്തെങ്കിലും വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ? അവരെ പറഞ്ഞ ലിമിറ്റിന്റെ ഉള്ളിൽ എഴുതാൻ കഴിയില്ല. Now that is one problem, that is one challenge. When we talk to the young generation aspirants that you are, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് അറിയോ ഓഫീസേഴ്സ്? നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അതാണ് പ്രശ്നം. ഇപ്പൊ സാറിനോടൊക്കെ ചോദിച്ചാല് സാറിന്റെ സംസാരത്തിൽ സാർ പറഞ്ഞു സാർ സിവിൽ സർവീസ് പ്രിപ്പറേഷനെ പറ്റി. കാരണം ഒരു ജനറേഷനിൽ മെറ്റീരിയൽ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് കൂടുതലാണ്. Now don't think that that's a blessing, but that is a real challenge actually. കാരണം വേണ്ടാത്തതിനെ തിരിച്ചറിയാൻ പറ്റണം. അതിന് നമുക്ക് കൃത്യമായി സിലബസിനെ പറ്റി ധാരണ ഉണ്ടാവണം. Something about which I'll be talking in the few minutes coming up. സിലബസിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം. എന്നാലേ നിങ്ങൾ വേണ്ടാത്തത് എന്താണെന്ന് ആദ്യം തിരിച്ചറിയുള്ളൂ. വേണ്ടത് പിന്നെയാണ്, വേണ്ടാത്തത് ആദ്യം തിരിച്ചറിയണം. That's more important. Yes? അപ്പൊ now there is a word limit, there is a space limit. മെയിൻസിൽ 20 ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു പേപ്പറിൽ, 20 25 ഉണ്ടാവും, അത് മാറി മാറി വരും. ആ 20 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. 150 വേർഡ്സോ 100 വേർഡ്സോ എന്ന് അവർ പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തീർക്കണം. അതാണ് അന്തസ്, അതാണ് തഗ് ലൈഫ്. എന്നാലേ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില കുട്ടികൾ പറയേ, ഞാൻ മെയിൻസിനെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്, ഇടക്കിടക്ക് ഇങ്ങനെ അത് പറയുന്നത്, ഇതെന്താ IAS ഇപ്പൊ പ്രിലിംസ് അല്ലെ, പ്രിലിംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ചില കുട്ടികൾ പറയേ, അവരിപ്പോ 150 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോ ഞാനൊരു 200 വേർഡ്സ് എങ്കിലും എഴുതിയാലല്ലേ അവരെ മുഖത്ത് നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ 200 വേർഡ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ അവരെ മുഖത്ത് നോക്കാൻ പറ്റൂല. കാരണം എന്താണ്? മെയിൻസ് പാസ്സാവില്ല. ഇന്റർവ്യൂ ബോർഡ് പോയിട്ട് അവരെ മുഖത്ത് നോക്കണമെങ്കിൽ മെയിൻസ് പാസ്സാവണ്ടേ? അവിടെ പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. സിവിൽ സർവീസ് പരീക്ഷന്റെ മെയിൻസ് ക്ലിയർ ആവാന് പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. 20 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. Now this is what I wanted to tell. ഇന്ന് നമുക്ക് സിലബസിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ കുട്ടികളെ? ഓക്കെ ആണോ? നോ റോക്കറ്റ് സയൻസ്, നോ ബിഗ് ഡീൽ, അത്രയേ ഉള്ളൂ, ചെറിയ കാര്യം. ഓക്കെ ഓക്കെ. വാട്ട് ആർ യു ആർ ഗോയിങ് ടു റീഡ് ഫോർ ദിസ് എക്സാം? കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. എനിക്ക് ആകെ 50 പേജ് ബുക്ക്ലെറ്റിലുള്ളൂ, എന്നോടാണെങ്കിൽ വേർഡ് ലിമിറ്റും ഉണ്ട്. ഓക്കെ. വളരെ ഡബിൾ മാർജിൻ ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ കൂടുതൽ അതിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ടതെന്നുള്ളതുകൊണ്ടാണ്. സാധാരണ ഒരു പേപ്പറിൽ ഒരു മാർജിനേ ഉണ്ടാവുള്ളൂ, ഇനി ഡബിൾ മാർജിനാണ്, അതിൻ്റെ ഉള്ളിൽ എഴുതിക്കോളണം. ഓക്കെ. Now maybe it's time that I
ഡിസ്കസ് അബൌട്ട് 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളുണ്ട് മെയിൻസിൽ. ഓക്കെ, അപ്പൊ മെയിൻസിൽ 4 GS പേപ്പറുകളെ പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഇപ്പൊ നിങ്ങൾ ബുക്ക്ലെറ്റ് കണ്ടല്ലോ. ഇനി മെയിൻസിലുള്ള 250 മാർക്ക് വീതമുള്ള 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളുണ്ട്. അതിനൊന്ന് പരിചയപ്പെട്ടാലോ? യെസ്, ഓക്കെ, വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 250 മാർക്ക്, 3 മണിക്കൂർ. മെയിൻസ് പരീക്ഷ റിട്ടേൺ ഒരു 20 ചോദ്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ 25 ചോദ്യങ്ങളാവും. 50-60 പേജുള്ള ബുക്ക്ലെറ്റ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. അതിന്റെ സിലബസിൽ 3 ടോപ്പിക്സ് അല്ലേ. ഒന്ന് ഹിസ്റ്ററി, ഒന്ന് ജോഗ്രഫി, ഒന്ന് ഇന്ത്യൻ സൊസൈറ്റി. ഞാൻ ഈ പറഞ്ഞ 3 ടോപ്പിക് ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണോ കേൾക്കണേ? ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി ആദ്യമായിട്ട് കേൾക്കുന്നേ അല്ലല്ലോ? നോ, നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ആ സിലബസ് കൃത്യമായി പറയുന്നുണ്ട് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ? NCERT, SCERT പാഠപുസ്തകങ്ങളില് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് അതൊക്കെ. വേൾഡ് ജോഗ്രഫി എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് കേൾക്കുന്നില്ല. മാക്സിമം പ്ലസ് ടു വരെയുള്ള ഒരു നോളജും നോ ഹാവും ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടത് വേണം. അത് വേണം മാക്സിമം പ്ലസ് ടു വരെയുള്ള. NCERT എന്ന് ഞാൻ പറയും. ഞാൻ NCERT എന്ന് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? SCERT വളരെ കോമ്പീറ്റന്റ് ആണ്, വളരെ നല്ലതാണ്. ചില സബ്ജക്റ്റ് ഒക്കെ NCERT-നേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് SCERT ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വേറെ സത്യമാണ്. പക്ഷെ ഇന്ത്യയിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടില്ല, ഇന്ത്യയിൽ എല്ലാവർക്കും ഒത്തന്റിക് ആയി തോന്നുന്നത്, ഇന്ത്യയിൽ എല്ലായിടത്തും ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്രോതസ് NCERT അല്ലേ ഓഫീസേഴ്സ്? അല്ലെ? ഇറ്റ്സ് അഫോർഡബിൾ, ഇറ്റ്സ് അവൈലബിൾ, ഇറ്റ്സ് ഒത്തന്റിക്. ഈ രാജ്യം മുഴുവനും ഈ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു ലളിതമായ ഒരു ജനറൽ സ്റ്റഡീസിന്റെ ഒരു നല്ല ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന NCERT പാഠപുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് ചുക്കില്ലാത്ത കഷായില്ല എന്ന് പറഞ്ഞ മാതിരി എല്ലാ സിവിൽ സർവീസ് സെമിനാറിലും NCERT എന്ന് പറയാനുള്ള കാര്യം. ബിക്കോസ് ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് അഫോർഡബിൾ, ഇറ്റ് ഈസ് ഒത്തന്റിക്. ഡു യു അണ്ടർസ്റ്റാൻഡ് സം സിംപ്ലിസിറ്റി ദർ? UPSCയുടെ സിവിൽ സർവീസ് നടത്തുന്ന UPSCയുടെ സിംപ്ലിസിറ്റിയാണ് അതൊക്കെ. നമ്മൾ ഇതിന്റെ ലാളിത്യം മനസ്സിലാക്കണം. സിവിൽ സർവീസ് പരീക്ഷയുടെ ലാളിത്യം അതിന്റെ സിലബസിൽ ധാരാളം ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഓക്കെ, സോ യു ആർ വിത്ത് മീ, റൈറ്റ്? സോ വാട്ട് ആർ ദ 3 ടോപ്പിക്സ് ഇൻ GS പേപ്പർ 1? വാട്ട് ആർ ദ 3 ടോപ്പിക്സ്? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ആക്കോ. ഞാൻ പറഞ്ഞേ ഏതൊക്കെയാ 3 ടോപ്പിക്സ് GS പേപ്പർ 1-ലുള്ള? മൂന്ന് ടോപ്പിക്സ് GS പേപ്പർ 1-ലുള്ള എപ്പോഴും പറഞ്ഞിട്ടുള്ളേ: ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, GS പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. അപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ സൊസൈറ്റി ആകുമ്പോൾ ഈ +2-ന്റെ NCERT-യുടെ 2 ബുക്കുകളുണ്ട്. സൊസൈറ്റിയുടെ ഇന്ത്യൻ സൊസൈറ്റിയും സോഷ്യൽ ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ NCERT പാഠപുസ്തകങ്ങളുണ്ട്. മാക്സിമം അതൊക്കെയാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി കൃത്യമായ സിലബസ് അതിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുക. ഓക്കെ, GS പേപ്പർ 2-ല് 4 ടോപ്പിക്സ് ഉണ്ട്. ഞാനൊരു പൂ ചോദിച്ചപ്പോ പൂന്തോട്ടാണല്ലോ എന്നുള്ള കുട്ടികളെ. വെരി ഗുഡ്. ഓക്കെ, നിങ്ങളെ റെസ്പോൺസ്. 4 ടോപ്പിക്സ് ആണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ലുള്ളത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നും 250 മാർക്കാണ്. ഞാൻ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ എല്ലായിടത്തും എല്ലാ പേപ്പറിനും 250 മാർക്ക് എന്ന് പറയണ്ടല്ലോ. എല്ലാ പേപ്പറും 250 മാർക്കിനാണ്. അപ്പൊ ഇനി ഞാനിങ്ങനെ 250 മാർക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ സമയം ലഭിച്ചേ? യെസ്, വേണ്ട. ഓക്കെ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 4 ടോപ്പിക്സ് ഉണ്ട്. ഞാന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതിന് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ട് കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നതിന് ആദ്യം പറയാം. ഓക്കെ, നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കണം, സിലബസ് നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് നോക്കിയിട്ട് ആ ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതലുണ്ട് അത് വായിക്കാനല്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് അങ്ങനെ പ്രയോറിറ്റി ഒക്കെ കൊടുക്കണം. അങ്ങനെ ക്ലിയർ കട്ട് പ്ലാനിംഗിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ എക്സാം തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ. അങ്ങനെ പ്ലാനിങ്ങോടെ പഠിക്കാൻ പറ്റിയ എക്സാം തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ കേട്ടോ. അല്ലാണ്ട് വേറെ ഏതോ ഒരു പ്ലാനറ്റിലെ എന്തോ ഒരു സാധനം അങ്ങനെയൊന്നും അല്ല. ഓക്കെ, GS പേപ്പർ 2-ലെ 4ാമത്തെ ടോപ്പിക് ആണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. കുറച്ചും കൂടെ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യുണൈറ്റഡ് നേഷൻസും ബാക്കി ലോകത്തുള്ള ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും വാർത്തകളും അതിന്റെ ഫംഗ്ഷനൊക്കെ ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങും അതിന്റെ ഡൈനാമിക് ആയിട്ട് ന്യൂസ് പേപ്പർ വരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക.
അതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞ് ജനറൽ പേപ്പർ 2-ലെ 4ാമത്തെ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ ആണല്ലോ? അപ്പൊ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇങ്ങനെ പറയുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അയ്യോ ഇത് എന്റെ GS പേപ്പർ 2-ലെ ടോപ്പിക് ആണല്ലോ, ഞാൻ ശ്രദ്ധിക്കണമല്ലോ, എന്താ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ. ഇതിപ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 150 വേർഡ്സ് ഞാൻ എന്താ എഴുതുക, ഈ ധാരണ ഉണ്ടാക്കണേ എന്നെ പഠിക്കാന്ന് പറയുന്നത്. മനസ്സിലായോ കുട്ടികൾ? ഓക്കെ. അപ്പൊ GS പേപ്പർ 2-ലെ 4ാമത്തെ ടോപ്പിക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. GS പേപ്പർ 2-ലെ 3ാമത്തെ ടോപ്പിക് ഞാൻ റിവേഴ്സ് ആയിട്ട് പോവാണ്. 3ാമത്തെ ടോപ്പിക്കാണ് ഇന്റർനാഷണൽ റിലേഷൻസ്. എന്താ ടോപ്പിക്? ഇന്റർനാഷണൽ റിലേഷൻസ്. ഇനി സിലബസ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിലബസ് ഈ ഇന്റർനാഷണൽ റിലേഷൻസിനെ നമ്മളോട് എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? നിങ്ങൾ ഇഷ്ടം പറയണേ. ഒരു IAS, IPS, IFS പരീക്ഷ, അങ്ങനെയാണല്ലോ, IAS, IPS, IFS പരീക്ഷ. അതിന്റെ സിലബസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ല് ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്. അങ്ങനെ അവരെ സിലബസ് എങ്ങനെ പരിചയപ്പെടുത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അഭിപ്രായം നിങ്ങൾ എന്നോട് പറയണം. ഞാൻ 3 ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ, വെറും ഇന്റർനാഷണൽ റിലേഷൻസ്, അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് മാത്രം. ഓപ്ഷൻ ബി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യസ് ഇന്ററാക്ഷൻ വിത്ത് ദ വേൾഡ്. ഇന്റർനാഷണൽ റിലേഷൻസ് അതിന്റെ കൂട്ടത്തില് ഇന്ത്യസ് ഇന്ററാക്ഷൻ വിത്ത് ദ വേൾഡ്. ഓപ്ഷൻ സി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്, ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങൾ. 3 ഓപ്ഷനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യും. ഓപ്ഷൻ എ, വെറും ഇന്റർനാഷണൽ റിലേഷൻസ്. ഓപ്ഷൻ ബി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യസ് ഇന്ററാക്ഷൻ വിത്ത് ദ വേൾഡ്. ഓപ്ഷൻ സി, ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്. ഓക്കെ. ജീന, ഇർഫാന, സൗമ്യ, കൃഷ്ണവേണി. ചില ആൾക്കാർ ഞാൻ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, സെക്കൻഡ് ചില ആൾക്കാർ എടുത്തിട്ടുണ്ട്. അസ്ലം എടുത്ത ആൾക്കാർ മഹാന്മാരും മഹതികളുമാണ്. കാരണം എന്താ വെച്ചാൽ ലോകത്തുള്ള എല്ലാ ഇന്റർനാഷണൽ റിലേഷൻസും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാ. സിലബസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ യൂറോപ്യയും ജപ്പാനും തമ്മിൽ പഠിക്കേണ്ടി വരും, സോമാലിയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ പഠിക്കേണ്ടി വരും, റഷ്യയും കൊളംബിയയുള്ളത് പഠിക്കേണ്ടി വരും. ഈ ലോകത്തുള്ള സകല ഇന്റർനാഷണൽ റിലേഷൻസ് പഠിച്ചിട്ട് പിരാന്തായി പോകും. ഓക്കെ, അങ്ങനെയൊന്നും UPSC നിങ്ങളെ പിരാന്താക്കുന്നില്ല. അപ്പൊ പ്രശ്നമല്ലേ? വെറും ഇന്റർനാഷണൽ റിലേഷൻസ് പറഞ്ഞു പോയാല് അതിനെ സിലബസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതപ്പൊ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യണം സാധനമാവണ്ടേ അല്ലേ? ഇനി ബി, ഈ ബീഡത്തെ ആൾക്കാരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ നിങ്ങൾ IFS ഇഷ്ടപ്പെട്ട ആൾക്കാരാവും, ഇന്ത്യൻ ഫോറിൻ സർവീസ്. അപ്പൊ ഇന്ത്യയുടെ ഇന്ററാക്ഷൻ വിത്ത് വേൾഡ് ഫുള്ള് പഠിക്കണം. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. പക്ഷെ UPSCക്ക് ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയോ? സി ആണ്. UPSCയുടെ സിലബസിൽ ഓപ്ഷൻ സി ആണ്. കയ്യടി. എയും ബി എടുത്ത കട്ടപ്പിച്ച് പഠിപ്പിസ്റ്റുകളെ നിങ്ങൾ എല്ലാം വായിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ സിലബസിൽ ഇന്ത്യ നെയ്ബേഴ്സ് ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വായിക്കേണ്ടത് ഞാൻ ഇവിടെ പറഞ്ഞില്ല, നിങ്ങൾ വായിക്കണം. പക്ഷെ സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസിൽ ദ ഫോക്കസ് ഈസ് ഓൺ ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്. വെരി ക്ലിയർലി മെൻഷൻ ഇൻ ദ സിലബസ് ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്. എന്നിട്ടോ സിലബസിൽ മെൻഷൻ ചെയ്തെന്ന് മാത്രമല്ല, 2013 തൊട്ടിട്ട് ഈ കഴിഞ്ഞ മെയിൻസ് വരെ 2020 മെയിൻസ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും എടുത്തു നോക്കുക. 90% ചോദ്യങ്ങളും ഈസ് ഫോക്കസിങ് ഓൺ ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്. 90% ചോദ്യങ്ങളും ഇന്ത്യയുടെ അയൽവക്ക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡോ പാകിസ്ഥാൻ ചോദിച്ചു, എങ്ങനെയാണ് ക്രിക്കറ്റും കൾച്ചറൽ എക്സ്ചേഞ്ചും ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഗുഡ്വിൽ ഉണ്ടാവുക. ഇൻഡോ ശ്രീലങ്ക ചോദിച്ചു, ഇൻഡോ ബംഗ്ലാദേശ് ചോദിച്ചു, ഇൻഡോ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചു, അഷ്കബാദ് അഗ്രീമെന്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, ഇൻഡോ ചൈന 3 പ്രാവശ്യം ചോദിച്ചു, സൗത്ത് ചൈന സീ ചോദിച്ചു, സ്ട്രിംഗ് ഓഫ് പേഴ്സ് ചോദിച്ചു, സിൽക്ക് റൂട്ട് ചോദിച്ചു, ഇൻഡോ ഭൂട്ടാൻ, ഇൻഡോ മ്യാൻമാർ ഒക്കെ ചോദിച്ചു. ഇൻഡോ ഇസ്രായേൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡോ ജപ്പാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ ഇൻഡോ US ചോദിച്ചിട്ടുണ്ട്. ഈ 3 ചോദ്യമാണ് ഈ നമുക്കിപ്പോ അങ്ങനെ നെയ്ബർ ഇംബഡിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതെന്താ വെച്ചാൽ ഇൻഡോ ഇസ്രായേൽ ചോദിക്കാനുള്ള ആ വർഷം പ്രധാനമന്ത്രി അങ്ങോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡോ ശ്രീലങ്ക, ഇൻഡോ ജപ്പാന്റെ സമയത്തും അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് വിസിറ്റിംഗ് കുറച്ച് കുറവായതുകൊണ്ട് എന്തായാലും അടുത്ത കൊല്ലമൊക്കെ നെയ്ബേഴ്സുമായി ബന്ധപ്പെട്ടേ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഒരു അഭിപ്രായം പറഞ്ഞതുള്ളൂ. ഓക്കെ, ഇൻഡോ US എങ്ങനെ ചോദിച്ചത്? ഇറാൻ US ന്യൂക്ലിയർ ഡീല്, അതിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? അവിടെയും ഒരു ഇന്ത്യനെ കൊണ്ടുവരണം അവിടെ. Now when I say that there is at least 80% of the questions ഈ 3 ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും അയൽപക്ക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ UPSC is damn serious about UPSCയുടെ syllabus. UPSC is very serious about UPSC syllabus, but we are very serious about coaching materials.
അല്ലേ കുട്ടികൾ? അതല്ലേ നമ്മളെ പ്രശ്നം അല്ലേ? UPSC is damn serious about UPSC syllabus. അതുകൊണ്ട് അവർ സിലബസുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെ ചോദിച്ചത്. ആൻഡ് വൈ UPSC would want you to focus on India and their neighbors? ആദ്യം അയൽവക്ക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട റിലേഷൻസ് നന്നാക്കണം, എന്നിട്ടാണ് ബാക്കിയുള്ള അന്താരാഷ്ട്ര കാര്യങ്ങൾ. Okay, I'm not wasting much time on India and on international relations. അറ്റ്ലീസ്റ്റ് GS പേപ്പർ 2 4 ടോപ്പിക്കുകളിലുണ്ട്. അതിൽ 4ാമത്തെ ടോപ്പിക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും, 2ാമത്തെ ടോപ്പിക് ഇന്റർനാഷണൽ റിലേഷൻസും ഫോക്കസിംഗ് ഓൺ നെയ്ബേഴ്സ്. ഞാൻ പറയണേ അത് വെച്ച് ബാക്കിയുള്ളത് വായിക്കേണ്ടതെന്നല്ല. ബാക്കിയുള്ളത് വായിക്കണം, നോട്ട് മേക്ക് ചെയ്യണം. പക്ഷെ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് തോന്നുകയാണെങ്കിൽ UPSC സിഗ്നിഫിക്കൻസ് തോന്നും. റൈറ്റ്? ആ ഒരു മൈൻഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പത്രം നന്നായിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നതും ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി നല്ല അവബോധം ഉണ്ടാവണം എന്ന് പറയാനുള്ള കാര്യം. ഇഫ് യു ഫീൽ ദാറ്റ് ദിസ് ഇസ് ഇമ്പോർട്ടന്റ് ബിക്കോസ് ഓഫ് ദ ഫീലിംഗ് യു ഡിറൈവ് ഫ്രം ദാറ്റ് അവബോധം, then that will be important. അങ്ങനെയാണ് നേരത്തെ സാറ് പറഞ്ഞ വാക്കുകൾ ഞാൻ സാറ് ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞു കുടുങ്ങിപ്പോ. പക്ഷെ സാറിന്റെ ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സാർ പറഞ്ഞൊരു കാര്യമാണ് ദാറ്റ് ദിസ് എക്സാം വിൽ, പരീക്ഷ ക്ലിയർ ആയതിനൊക്കെ അപ്പത്തേക്ക് ഇറ്റ് ഗിവ് യു എ ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, മോർ ദാൻ ഇൻഫർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നൽകുകയാണെങ്കിൽ ദാറ്റ്സ് സംതിങ് വിച്ച് ഇസ് വെരി വാല്യുബിൾ. ഒരുപാട് ഇൻഫർമേഷൻസ് മാത്രമല്ല, നമുക്ക് ട്രാൻസ്ഫോർമേഷനും കൂടെ നൽകുന്ന ഒരു പരീക്ഷയുടെ അതായത് പഠന പ്രക്രിയയാണിത് തീർച്ചയായിട്ടും. അപ്പൊ GS പേപ്പർ 2 4 ടോപ്പിക്കുകളിലെ 2 നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു ഹലോ പറയും, അത്രേനുള്ള. GS പേപ്പർ 2 3ാമത്തെ ടോപ്പിക്കാണ്. വിജി കൈ വെറുതെ പൊന്തിച്ചാണല്ലേ, ഹാൻഡ് റൈസ് അറിയണ്ട, എന്തെങ്കിലും പറയണ്ട മോനെ? ഓക്കെ, അത് ലെഫ്റ്റ് അടിച്ചറിഞ്ഞു. ഞാൻ ഒന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, അറിയേണ്ട പറ്റിപ്പോ നിങ്ങൾക്ക് അറിയേണ്ട പറ്റിപ്പോ സാറല്ലേ? ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, GS പേപ്പർ 2 2ാമത്തെ ടോപ്പിക്കാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്. എന്താ ഞാൻ പറഞ്ഞ? ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, സോഷ്യൽ ജസ്റ്റിസ് ഇഷ്യൂസ്. എത്ര മനോഹരമായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസിൽ അതിലുള്ള ടോപ്പിക്സ് പരിചയപ്പെടുത്തി നിങ്ങൾക്കറിയാം. ബ്യൂട്ടിഫുൾ ആയിട്ട് കോർത്തിണക്കി പരിചയപ്പെട്ടു. ഈ രാജ്യത്തെ സാധാരണക്കാരുടെയും ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളും എണ്ണി പറയാണ് സിലബസിൽ. GS പേപ്പർ 2 3ാമത്തെ ടോപ്പിക്കാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. റൈറ്റ്, നോക്കുക. ആദ്യത്തെ ടോപ്പിക്കാണ് പോവർട്ടി, സിലബസ് പറയുന്നത് പോവർട്ടി. 2ാമത്തെ ടോപ്പിക്കാണ് ഹങ്കർ. 3ാമത്തെ ടോപ്പിക്കാണ് മാൽ ന്യൂട്രീഷൻ. 4ാമത്തെ ടോപ്പിക്കാണ് ന്യൂട്രീഷൻ. പിന്നെ ഹെൽത്ത്, ഹൗസിംഗ്, സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, empowerment. And now look at that connection. If you'll stay poor, you'll be hungry. If you'll stay hungry, you'll be malnourished. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വാസ്ഥ്യ യോജനകൾ ഉണ്ടാവണം, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഉണ്ടാവണം, മിഡ് ഡേ മീൽ പ്രോഗ്രാം ഉണ്ടാവണം. Now this will give you good health. ആളുകൾക്ക് താമസിക്കാൻ വീട് വേണം, ഹൗസിംഗ്, ആവാസ് യോജന വേണം, ആ വീട്ടിൽ ശൗചാലയം വേണം, സാനിറ്റേഷൻ. ആൻഡ് ദിസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഹെൽത്ത്. ആളുകൾക്ക് എഡ്യൂക്കേഷൻ വേണം. ആളുകൾക്ക് എഡ്യൂക്കേഷൻ മാത്രം പോരാ, എംപ്ലോയ്മെന്റ് വേണം, റോസ്ഗാർ യോജനകൾ വേണം. ആൻഡ് ദിസ് എംപ്ലോയ്മെന്റ് ഷുഡ് ഗിവ് പീപ്പിൾ എംപവർമെന്റ്, ശാക്തീകരണം. സുകന്യ സമൃദ്ധി അക്കൗണ്ടുകൾ വേണം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമുകൾ വേണം. ദാരിദ്ര്യം തൊട്ടിട്ട് ശാക്തീകരണം വരെ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളുടെയും വിഷയങ്ങളെ എണ്ണി പറയണ ഒരു സിലബസ് നമുക്ക് ഉണ്ടായിട്ട് അതിനെ മനസ്സിലാക്കാണ്ട് പോവാണെങ്കിൽ അത് കഷ്ടമായി പോകൂലേ? നിങ്ങൾ ആന്ന് പറയണ, അല്ലെങ്കിൽ വലിയ ക്ഷീണമായി പോകും. അത് കഷ്ടമായി പോകൂലേ? നിങ്ങളെ ആന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി പോയി. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ വയ്യ. ഓക്കെ, അപ്പൊ GS പേപ്പർ 2 ഡെവലപ്മെന്റ് ഇഷ്യൂസിനെ പരിചയപ്പെട്ടിരിക്കുക. അതാണ് പത്രം നന്നായിട്ട് വായിക്കാൻ വേണ്ടി പറയണേ. ന്യൂസ് പേപ്പർ വായന എളുപ്പമാവണോ ബുദ്ധിമുട്ടാവണോ? നിങ്ങളൊന്ന് പറയാം, എളുപ്പം ഓർ ബുദ്ധിമുട്ട്? ന്യൂസ് പേപ്പർ വായന ഭയങ്കര എളുപ്പമാവണോ ഭയങ്കര ബുദ്ധിമുട്ടാവണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എളുപ്പം, ബുദ്ധിമുട്ട്? വാട്ട് ഡു യു ലൈക്ക്? ന്യൂസ് പേപ്പർ റീഡിങ് എളുപ്പമാവണമെങ്കിലേ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണം. സിലബസ് നന്നാക്കി മനസ്സിലാക്കിയാൽ പത്രവായന എളുപ്പമാവും. കാരണം അപ്പൊ നിങ്ങൾ തിരിച്ചറിയുള്ളൂ എന്തൊക്കെയാ വേണ്ടാത്തതെന്ന്. ഇപ്പൊ സാർ നേരത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിനെ പറ്റി പറഞ്ഞല്ലോ. ഹിന്ദു ന്യൂസ് പേപ്പറിൽ ചരമകോളം ഇല്ലാത്തത് വലിയ ഭാഗ്യമാണ്. അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ അരിച്ചു പെറുക്കി വായിക്കാൻ വേണ്ടി ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു റീഡ് ഹിന്ദു ന്യൂസ് പേപ്പർ. കാര്യം എന്താ, നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ടോ നമ്മൾ എക്സാം റിക്വയർമെന്റ് ആയ കാര്യങ്ങളോ കുറച്ചും കൂടെ എളുപ്പത്തിൽ അതിന് എടുക്കാൻ പറ്റും. പത്രം അരിച്ചു പെറുക്കി വായിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല. അപ്പൊ അതിൽ ചരമകോളം ഇല്ലല്ലോ. ഒരു വഞ്ചലയായി പോയില്ലേ, വേണ്ടില്ലേ, ഒഴിവാക്കാമായിരുന്നു. ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാല് പത്രം അരിച്ചു പെറുക്കി വായിക്കുക അല്ല വേണ്ടത്, വേണ്ടാത്തത് ഒഴിവാക്കി വേണ്ടതിന് എടുക്കുകയാണ് വേണ്ടത്. സിലബസിന് മേലെ നല്ല ഗ്രാസ്പ് ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. സത്യം, അത് ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും.
അല്ലെങ്കിലാണ് നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരുന്ന് പത്രം വായിക്കുക. 1 മണിക്കൂർ കൊണ്ട് പത്രം വായിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വേണ്ട കാര്യങ്ങൾ മാത്രം എടുക്കുന്നതിനാണ് തഗ് ലൈഫ് എന്ന് പറയുന്നത്. BGM ഒക്കെ അതിന്റെ കൂടെ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ ആണോ? GS പേപ്പർ 2-ലുള്ള ഒന്നാമത്തെ ടോപ്പിക്കാണ്. 1 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, 2 ഇന്റർനാഷണൽ റിലേഷൻസ്, 3 ഡെവലപ്മെന്റ് ഇഷ്യൂസ്. ഒന്നാമത്തെ ടോപ്പിക്കാണ് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്. ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്. ഓക്കെ, ആൻഡ് ദ വേർഡ് യൂസ്ഡ് ഈസ് ഗവർണൻസ്. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവർണൻസ് ഈസ് മച്ച് മോർ ദാൻ അബൌട്ട് ദ സിസ്റ്റം. ഗവൺമെന്റിനെ പറ്റിയിട്ടല്ല, ദേ വാണ്ട് ടു നോ അബൌട്ട് ഗവർണൻസ്, ഹൗ ദ സിസ്റ്റം ഈസ് റൺ, ദ പ്രോസസ് ഓഫ് റണ്ണിങ് ദ സിസ്റ്റം. ആ ഒരു ദ പ്രോസസ് ഓഫ് റണ്ണിങ് ദ സിസ്റ്റത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നാണ് UPSC സിലബസ് പറഞ്ഞത്. അല്ലാതെ ഒരുപാട് കുറെ ആർട്ടിക്കിൾസ് കാണാതെ പഠിക്കുക, ഒരുപാട് ഫാക്ട്സ് കാണാതെ പഠിക്കുക, അങ്ങനെയല്ല. വാട്ട് ആർ ദ മെക്കാനിസം ദാറ്റ് ഇസ് ഇൻ പ്ലേസ് ടു റൺ ദ സിസ്റ്റം? ജുഡീഷ്യൽ ആക്ടിവിസം, റൈറ്റ് ടു ഇൻഫർമേഷൻ, സിറ്റിസൺ ചാർട്ടർ, ആ മെക്കാനിസത്തിനെ പറ്റി പറയണം. പാർലമെന്ററി പ്രിവിലേജസ്, എങ്ങനെയാണ് ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടേണ്ടത്, എങ്ങനെയാണ് ഉപകാരപ്പെടാത്തതിനെ പറ്റി പഠിക്കണം. So it's about how the system is going to function. It's about the fears that are necessary to run the system. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, പോളിറ്റി പറയുമ്പോൾ പോലും ബ്യൂട്ടിഫുള്ളി നിങ്ങളെ മുന്നിൽ പിച്ച് ചെയ്യാണ് ഫോർ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് യു നീഡ് ടു ഹാവ് ഫ്രം വിത്തിൻ. ഓക്കെ, GS പേപ്പർ 2-ലെ 4 ടോപ്പിക്സും പരിചയപ്പെട്ടു, ചെറുതായിട്ട് പരിചയപ്പെട്ടു. ഒരു ഹലോ അറിയാം, അത്രേ ഉള്ളൂ. ആദ്യം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവർണൻസ്. അതെന്താ വെച്ചാൽ ഇന്ത്യൻ പോളിറ്റി നമ്മളെ സിവിക്സേ, നമ്മളെ പാർലമെന്റ്, പ്രസിഡന്റ്, മണി ബിൽ, ചീഫ് മിനിസ്റ്റർ, പ്രസിഡന്റ് ഒക്കെ പഠിക്കണ്ടല്ലോ. നമ്മൾ സ്കൂൾ പാഠപുസ്തകം പഠിക്കുന്ന നമ്മൾ സിവിക്സ്, നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ പറയും, ആ സാധനം. ഓക്കെ, ലളിതമായിട്ട് GS പേപ്പർ 2-നെ പരിചയപ്പെട്ടല്ലോ. നമുക്കിനി GS പേപ്പർ 3-നെ പരിചയപ്പെട്ടാലോ? GS പേപ്പർ 3. ഓക്കെ, GS പേപ്പർ 3. ഓക്കെ, ഇനി അതിന് മുമ്പ് പറയുന്നത് ഇപ്പൊ ഈ ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ എന്റെ കൂട്ടത്തിൽ പറയാന്നുള്ളൂ. ഇപ്പോ ന്യൂസ് പേപ്പർ വായിച്ച് നോട്ട് ഉണ്ടാക്കാന്ന് പറയുമ്പോ എന്താ പറയാ, ഈ ചില കുട്ടികളെ ന്യൂസ് പേപ്പറിന്റെ നോട്ടൊക്കെ നമ്മൾ സ്റ്റേറ്റ് അക്കാഡമിയിൽ ഇങ്ങനെ പരിശോധിച്ച് നോക്കാറ്. ന്യൂസ് പേപ്പർ എഴുതുന്ന ന്യൂസ് പേപ്പർ നോട്ട്സ് ഒക്കെ നോക്കട്ടെ എന്നുള്ളൂ. അപ്പൊ ഒരു കുട്ടിയുടെ നോട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, CBI ഏതോ സ്ഥലത്ത് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, എന്നിട്ട് ഇത്ര പൈസ പിടിച്ചെടുത്തു, ഇന്ന ഡോക്യുമെന്റ്സ് പിടിച്ചെടുത്തു എന്നൊക്കെ സിവിൽ സർവീസ് പരീക്ഷയുടെ സമകാലീനം കറണ്ട് അഫയേഴ്സിന്റെ ന്യൂസ് പേപ്പറിന്റെ നോട്ടില് CBI റെയ്ഡ് നടത്തിയപ്പോ പിടിച്ചെടുത്ത ഡോക്യുമെന്റ്സിന്റെ പേരൊക്കെ വിത്ത് സ്കെച്ച് പെൻ അണ്ടർലൈൻ. അടിപൊളി. ഇപ്പൊ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, CBIക്ക് വല്ല പുട്ടുകുറ്റിയോ പപ്പടക്കോലോ ചിരട്ടെ ചെണ്ടേ കിട്ടിയിരുന്നെങ്കിൽ അതും എഴുതിയിരുന്നു. 2 പുട്ടുകുറ്റീസ്, 1 പപ്പടക്കോൽ, 2 ചെണ്ടാസ് and 1 ചിരട്ട. നിങ്ങൾ ഇമാതിരി നോട്ട് എഴുതാണെങ്കിൽ നിങ്ങൾ പത്രം വായിക്കാത്ത നല്ലത്. അതിന് വല്ല ആവശ്യമുണ്ടോ? ഏതോ സ്ഥലത്ത് ചുഴലിക്കാറ്റ് അടിച്ചു, മരിച്ച പേര് മരിച്ചുപോയ ഇന്ത്യക്കാരുടെ പേര് മുഴുവൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് വയസ്സ്, പക്ഷെ ചുഴലിക്കാറ്റിന്റെ പേരില്ല. നന്നായി, ചുഴലിക്കാറ്റിന്റെ പേരില്ല, മരിച്ചുപോയ ഇന്ത്യക്കാരുടെ പേര് മുഴുവൻ അതിലുണ്ട്. അടിപൊളി, ഉഷാറായിട്ടുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ ദാറ്റ് ഈസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഈസ് ഇൻ അവർ ലൈഫ്. ഇപ്പൊ ടെക്നോളജിയുടെ സമയത്തൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. GS പേപ്പർ 3-ല് അടങ്ങിയ 5 ടോപ്പിക്സിന് ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം 3 ടോപ്പിക്സ്, പിന്നെ 4 ടോപ്പിക്സ്, 5 ടോപ്പിക്സ്, 5 അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കുട്ടികളെ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഈ സിലബസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താവുന്ന അവസ്ഥ. സിവിൽ സർവീസിന് സിലബസിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് പണ്ടിറങ്ങിപ്പോലെ. സത്യം പറയും, ഈ കണ്ട സിനിമ കുഞ്ചാക്കോ ബോബൻ ഏതോ സിനിമയില് പെട്ടെന്ന് ഡൽഹിക്ക് പോകുന്നു, IAS ആയി വരും. ഈ സിനിമാക്കാരെ കൊണ്ട് മനുഷ്യൻ ഇറങ്ങാറായി. അത് ഇവര് അടുത്ത സീനിൽ കാണുമ്പോൾ IAS ആയിട്ട് വരും. നമുക്ക് പുരയിൽ നിൽക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ വീട്ടുകാർ ഇവിടെ പുറത്ത് വാഴത്തോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് സിനിമാക്കാർ ഇമാ സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങുന്നത്. സിവിൽ സർവീസിനൊക്കെ വേണ്ടി പഠിക്കുമ്പോൾ വേറെ വലിയ ചാലഞ്ച് ആട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോണല്ലോ. ഓക്കെ കുട്ടികളെ, എന്താ വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് സിലബസ് ഇല്ലായെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം വി ഡോണ്ട് നോ വാട്ട് ടു റീഡ് ആക്ച്വലി. Syllabus is actually a blessing. It is actually telling us there is a limit beyond which you should not go. ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകണ്ട എന്ന് നിങ്ങളോട് പറയുന്ന ഒരു ഗിഫ്റ്റാണ് ശരിക്കും സിലബസ്. നിങ്ങൾ സിലബസിനെ അങ്ങനെയാണ് കാണേണ്ടത്. അയ്യോ സിലബസ് അങ്ങനെയല്ല, ഹായ് സിലബസ്. ആ ഒരു ആറ്റിറ്റ്യൂഡില് നമ്മൾ സിലബസിനെ കണ്ടാൽ മതി. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, കഷ്ടപ്പെടുന്നത്? ആ വരാന്തയിൽ കാത്തു നിൽക്കുന്ന ആ പാവപ്പെട്ട ഒരാളുണ്ട്, ജനിച്ചിട്ടില്ലാത്ത ഏതോ ഒരു കുട്ടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടിന്റെ ഇടയിൽ അവസാനം അത്താണിയായി നിങ്ങളെ കാത്തു നിൽക്കുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. പിന്നെ എന്ത് സിലബസ് കുട്ടികളെ? യു നോ ദാറ്റ് പാഷൻ ടു എക്സൽ ഇൻ പബ്ലിക് സർവീസ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ എന്താ ഉള്ളത്? ഓക്കെ, GS പേപ്പർ 3-ല് അടങ്ങിയ 5 ടോപ്പിക്കിലെ
ഒന്നാമത്തെ ടോപ്പിക് ആ സിലബസിന്റെ ഓർഡറിൽ തന്നെ പറയാം, ഇന്ത്യൻ എക്കോണമിയാണ്. എന്താണ് ടോപ്പിക്? ഇന്ത്യൻ എക്കോണമി. കേട്ടല്ലോ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ. ഓക്കെ. ഇന്ത്യൻ എക്കോണമി, സാമ്പത്തിക ശാസ്ത്രം. ഇനി എക്കണോമിക്സ് കുറെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാവും. ഗുഡ്. ഈ ഒരുപാട് കോർ ആയിട്ടുള്ള എക്കണോമിക്സോ കാര്യങ്ങളോ ഒന്നും അല്ല സത്യം പറഞ്ഞാൽ സിവിൽ സർവീസ് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യം സിലബസിൽ എങ്ങനെയാ ഇന്ത്യൻ എക്കോണമിയെ പരിചയപ്പെടുത്തുന്ന ചില വാക്കുകൾ ഞങ്ങളോട് പറയാം. ഇപ്പൊ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞ് IAS, IPS, IFS പരീക്ഷ, സിവിൽ സർവീസ് പരീക്ഷ, അതിന്റെ മെയിൻസ് കേട്ടോ, ഞങ്ങള് മെയിൻസ് അതിനപ്പത്തില്ലല്ലോ. മെയിൻസിൽ ഇന്ത്യൻ എക്കോണമിയുടെ സിലബസില് ഫസ്റ്റ് ടോപ്പിക് ആണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാല് വിശാലമായ ജനപങ്കാളിത്തമുള്ള സാധാരണക്കാർക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വികസനം. ബ്രോഡ് ബേസ്ഡ് ഷെയർഡ് പ്രോ പുവർ ഗ്രോത്ത്. വിശാലമായ ജനപങ്കാളിത്തമുള്ള സാധാരണക്കാർക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വികസനം. ഇതാണ് ഇന്ത്യൻ എക്കോണമിയുടെ ഓപ്പണിംഗ് ടോപ്പിക് മെയിൻസിന്റെ സിലബസിൽ. നിങ്ങൾ ആലോചിക്കണം എങ്ങോട്ടാ സിലബസ് നിങ്ങൾ കൊണ്ടുപോകണേ എന്നുള്ളത്. ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഈ രാജ്യത്തിന് ഒരു വികസന പ്രക്രിയ ഉണ്ടെങ്കിൽ ആ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങളും ഭാഗവാക്കാവണം. എവറി സെക്ഷൻ ഓഫ് സൊസൈറ്റി ഷുഡ് ബി ഇൻവോൾവ്ഡ് ഇൻ ദ ഗ്രോത്ത് പ്രോസസ് ഓഫ് ദി നേഷൻ. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ആ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തിനൊക്കെ സിലബസിന് തുടക്കത്തിലിടുകയാണെങ്കിൽ UPSC ഈസ് ഹാവിംഗ് സം റിലേഷൻ വിത്ത് ദ കോമൺ സിറ്റിസൺ വിച്ച് ഇസ് ആക്ച്വലി അവർ നേഷൻ, എ നേഷൻ ഓഫ് വില്ലേജസ്. ഓഫീസേഴ്സ്, ഇന്ത്യൻ എക്കോണമിയുടെ സിലബസിലുള്ള തുടക്കത്തിലുള്ള ചില ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. വേറെ ടോപ്പിക് ഞാൻ പറയട്ടെ. രണ്ടാമത്തെ ടോപ്പിക് PDS. എന്താ PDS എന്ന് പറഞ്ഞാല് എന്താണ്? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സ് ചാറ്റോ. എന്താണ് PDS? നമ്മൾ എന്താ PDSനെ വിളിക്കാറ്? PDS എന്ന് പറഞ്ഞാൽ എന്താണ്? PDS അതിന്റെ ഫുൾ ഫോം ഓക്കെ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എന്താ PDSനെ വിളിക്കല്? നമ്മള് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നാ വിളിക്കല്? നമ്മൾ എന്താ വിളിക്കല്? നമ്മളൊന്നും വിളിക്കലില്ലേ? ഇപ്പൊ ചാറ്റ് ബോക്സ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് അറിയൂല. പൊതുവിതരണ സംവിധാനം വിളിക്കുക. ആ റേഷൻ കട എനിക്ക് ഇഷ്ടം. മാളവിക പറഞ്ഞ അത് കറക്റ്റ്. അതെന്നെ വിളിക്കല് റേഷൻ കട. ഓക്കെ. ചില ആൾക്കാര് ജീന ഒക്കെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയും. ഇപ്പൊ ജീന ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കണം. ആൾക്കാർ ഇപ്പൊ ക്യൂ നിൽക്കണപ്പോ നിങ്ങൾക്ക് അറിയില്ല എവിടെയെന്നുള്ളത്. ആൾക്കാർ ക്യൂവിൽ നിൽക്കണാകുമ്പോൾ ജീന എങ്ങനെ പറയും? അതാ അവർ കുറച്ച് ആൾക്കാർ പൊതുവിതരണ സംവിധാനത്തിൽ ക്യൂ നിൽക്കുന്നു. അപ്പൊ ബസ്സിന് ഡ്രൈവർ പറയും, വണ്ടി പറയും, ബസ്സിനെ കിളിനോട് പറയും, ഒന്ന് അതിനെ പിടിച്ച് പുറത്താക്കുമെന്ന്. നമ്മൾ അങ്ങനെ നല്ല നമ്മളെങ്ങനെ പറയാ? മാളവിക പറഞ്ഞ പോലെ പറയാം. എന്താണ്? റേഷൻ കട. മാളവിക പറഞ്ഞ പോലെ അല്ല, പറഞ്ഞ പോലെ റേഷൻ പീഡിയ അങ്ങനെ പറയണം. അങ്ങനെയാണ് നമ്മളെ റേഷൻ പീഡിയ സിവിൽ സർവീസ് പരീക്ഷയുടെ ഇന്ത്യൻ എക്കോണമിയുടെ സിലബസ് രണ്ടാമത്തെ ടോപ്പിക്കാണ്. കാരണം ഈ രാജ്യത്തെ സാധാരണക്കാരുടെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനം റേഷൻ കടയാണ്. എങ്ങനെയാ സിലബസ് പറഞ്ഞതെന്നറിയാം? PDS അതിന്റെ ഫങ്ഷനിങ്, അതിന്റെ ലിമിറ്റേഷൻസ്, അതിന്റെ റിവാമ്പിങ്, അതിന്റെ പ്രവർത്തനം, അതിന്റെ പരിമിതികൾ, അതിനെങ്ങനെ നന്നാക്കുക. റേഷൻ പീഡിയ എങ്ങനെ നന്നാക്കണമെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് UPSC പറയാണ് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുന്ന ഓരോ ഇന്ത്യക്കാരനോടും ഇന്ത്യക്കാരിയോടും. റേഷൻ പീഡിയാണ് ഇവിടുത്തെ വിഷയം. ഇന്ത്യ ഒരു ന്യൂക്ലിയർ സൈന് ഇടണോ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു യുറേനിയം ഹംഗറി രാജ്യമാണോ, തോറിയം ഹംഗറി രാജ്യമാണോ? അതിനേക്കാളും മുഖ്യ വിഷയം, നോ ഹി ഈസ് ഹംഗ്രി, ഷീ ഈസ് ഹംഗ്രി, and you're going to tell that person, is India uranium hungry? Now that person is hungry, and that hunger is important. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്യം is the most important thing here, right? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ എക്കോണമി സിലബസിൽ ഇൻക്ലൂസീവ് ഗ്രോത്ത്, റേഷൻ പീഡിയ. ഇന്ത്യൻ എക്കോണമി സിലബസിൽ വേറെ ടോപ്പിക് ഞാൻ പറയട്ടെ. അഗ്രികൾച്ചർ, കൃഷി. വൈ? ബിക്കോസ് അഗ്രികൾച്ചർ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമി സിലബസിൽ ഇറിഗേഷൻ ഉണ്ട്, ജലസേചനം ഉണ്ട്. നിങ്ങൾ ജോഗ്രഫിയിലും പഠിക്കും, ഇന്ത്യൻ എക്കോണമിയിലും പഠിക്കും. വൈ ജലസേചനം ഇൻ പേപ്പർ 3? Because irrigation, jalasejanam is the backbone of Indian farmers, Indian agriculture, and Indian agriculture is the backbone of Indian economy. What a beautiful syllabus, what a connect. ഇത്ര കണക്ട് ചെയ്ത സാധനം ഒരു ഡോക്യുമെന്റാണ് നമ്മുടെ സിലബസ്. അതിനെപ്പറ്റി മനസ്സിലാക്കി ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആത്മാർത്ഥമായി മനസ്സിലാക്കി അതിന്റെ പരിഹാരമാണ് എന്റെ ഈ പ്രയാണം, പഠിത്തം എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവാണെങ്കിൽ ഒന്നും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. സിവിൽ സർവീസിന്റെ ഗ്ലാമർ, ഗ്ലോറി, അത് നൽകുന്ന സ്ഥാനം, അതിന്റെ മാനം, അതിന്റെ ശമ്പളം, അതാണ് നമ്മുടെ മുന്നിൽ ലക്ഷ്യമെങ്കിൽ ചിലപ്പോ നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ചില വിജയ പരാജയങ്ങളോ ആളുകളുടെ കുത്തുവാക്കോ അല്ലെ അതൊക്കെ ഉണ്ടാവാം. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് കൊള്ളും.
ടാൻജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ ലക്ഷ്യങ്ങളുമായി നമ്മൾ അതൊന്നും ഉണ്ടാവില്ല എന്നല്ല, അങ്ങനെ ചിന്തിക്കില്ലെന്നല്ല, പക്ഷെ അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളോട് കുത്തുവാക്ക് പറയുന്ന ആളുകള്, നിങ്ങളെ കളിയാക്കുന്ന ആൾക്കാര്, സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുമ്പോൾ സംശയത്തോടെ നിങ്ങളെ കാണുന്ന ആൾക്കാര്, അവരാരാവും? സ്വന്തക്കാരൻ്റെ ആവും. ചേളാപ്പ, മൂത്താപ്പമാരോ, അമ്മാവന്മാരോ, അമ്മായികളോ, അല്ലെങ്കിൽ അയൽവാസികളോ, ചെറിയച്ഛന്റെ മക്കളൊക്കെ ആവും, ബ്ലഡി കൺട്രീസ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. ഇറങ്ങിത്തിരിക്കും. എന്തായാലും റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾ കാര്യമാക്കരുത്, മനസ്സിലായോ? അവർക്ക് അറിയില്ല ഞാൻ ആർക്കൊക്കെ വേണ്ടിയാ ഇറങ്ങി തിരിച്ചേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ മോട്ടിവേഷൻ. അതല്ലാണ്ട് മോട്ടിവേഷൻ ഡൗൺ ആയി യൂട്യൂബിലെ ചാനലിൽ പോയി മോട്ടിവേഷൻ ക്ലാസ് കാണാം, അങ്ങനെയല്ല. യു ഷുഡ് നോ ദാറ്റ് യു ആർ വെരി ഇമ്പോർട്ടന്റ് ആസ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് യു ആർ ദ പേഴ്സൺ ടു റിയലൈസ് ദാറ്റ് ഫസ്റ്റ് ഫോർ യു. And you have a great role to play for our nation, to build our nation, right? To be inside the system to make a change and not just talk outside about some changes. In some Mudivatana Salam, in some chai kada, get inside the system and make a change. Don't talk about women empowerment. Get inside the system and make a change. Be an example. Yes, officers. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതായത് ഓക്കെ, അത് അഭിരാജ് പറഞ്ഞ കാര്യത്തിനോടും യോജിപ്പ് തന്നെയുള്ളത്. പക്ഷെ നിങ്ങളെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയാണ് ഈ സിലബസ് കേട്ടോ. ഇന്ത്യൻ എക്കോണമി GS പേപ്പറിലെ ടോപ്പിക്കാണ്. GS പേപ്പറിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി പത്രം നന്നായിട്ട് വായിക്കാം. 10ാം ക്ലാസ് വരെയുള്ള ജനറൽ സയൻസ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളൂ. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കറന്റ് റിലേറ്റഡ് ആണ്. ദ വേർഡ് ടെക്നോളജി ഇറ്റ്സെൽഫ് ഷോസ് ഇറ്റ്സ് എൻ എവല്യൂഷൻ ഓഫ് സയൻസ്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, പത്രം വായിക്കുമ്പോൾ എന്തൊക്കെയാണോ സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ശ്രദ്ധിക്കുക. അപ്പൊ GS പേപ്പർ 3ലെ 2 ടോപ്പിക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. 3ാമത്തെ ടോപ്പിക്കാണ് എൻവയൺമെന്റ് ആൻഡ് എക്കോളജി. എന്താണ് ഓഫീസേഴ്സ്? എൻവയൺമെന്റ് ആൻഡ് എക്കോളജി, പ്രകൃതി, എൻവയൺമെന്റ്, എക്കോളജി. സിലബസില് UPSC എൻവയൺമെന്റ് പരിചയപ്പെടുത്തുമ്പോ എങ്ങനെ പറഞ്ഞതെന്നറിയോ? ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുവോ? സിലബസിൽ UPSC എങ്ങനെ എൻവയൺമെന്റ് പരിചയപ്പെടുത്തിയെന്നറിയോ? ഇങ്ങനെയാ പറഞ്ഞത്, ഞാനല്ല, UPSC പറയാണ് ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. സബ്ജക്ട് സ്പെഷ്യലൈസേഷന്റെ ആവശ്യമില്ല എന്ന് UPSC പറയാണ് കേട്ടോ. ഒരു ശരാശരി സിവിൽ സർവീസ് ആസ്പിറന്റ് ഇത്രയും കട്ടിയുള്ള എൻവയൺമെന്റ് ബുക്ക് വാങ്ങി ഒരുപാട് ഫാക്ട്സ് പഠിക്കും, ഒരുപാട് കോൺസെപ്റ്റ്സ് കാണാതെ പഠിക്കും. UPSC wants you to develop an environmental awareness. That's more important. You need to have an environmental awareness. അത്രേ ഉള്ളൂ. നിങ്ങൾ കാട് കയറിയോ ഒരുപാട് എൻവയൺമെന്റൽ എക്സ്പേർട്ട് ആവേണ്ട, ഒരുപാട് തിയറി പഠിക്കേണ്ട എന്നുള്ളതിന് നിങ്ങളെ തടയാണ്, ഇൻഫാക്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാണ് UPSC. എന്ത് പറഞ്ഞിട്ട്? ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. അത് ഞാനാണോ പറഞ്ഞത്? UPSC ആണോ പറഞ്ഞത്? നിംഷിതാണോ പറഞ്ഞത്? UPSC ആണോ പറഞ്ഞത്? ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ. ആരാ പറഞ്ഞത്? നിങ്ങൾ പറയും. ഞാനാ? UPSC സിലബസിൽ ഒരു സബ്ജക്ട് പരിചയപ്പെടുത്തിയിട്ട് പറയാണ് നമ്മളോട്. ആക്ച്വലി ദാറ്റ്സ് ഗൈഡൻസ്. ബിക്കോസ് UPSC നോസ് ദാറ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുപാട് വലിയ വലിയ ബുക്കുകളുണ്ട് ഇതിന്റെ. അതൊക്കെ നിങ്ങൾ വാങ്ങി വാരി കൂട്ടി വെക്കും. വായിക്കൊന്നുമില്ല, വാങ്ങി വാരി കൂട്ടി വെക്കും. UPSC നോസ് ദാറ്റ്. UPSCക്ക് അറിയാം നമ്മുടെ അവസ്ഥ, അറിയാം. ഓക്കെ, എന്തിനാണ് നിങ്ങൾക്ക് അവയർനെസ് വേണ്ടതെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ അധികാരത്തിന്റെ വരാന്ത, നിങ്ങൾ അതിങ്ങനെ നടന്നു പോവാണ്. അവിടെ ആ തൂണിന്റെ മറവില് നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ തൂണിന്റെ മറവില് പാത്തും പതുങ്ങിയും പമ്മി പമ്മി കാത്തു നിൽക്കുന്നുണ്ടാവും ചില ഭൂമാഫികള്. അവര് മലകളും കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി പാറകളൊക്കെ പൊടിച്ചെടുത്ത് തരിപ്പണമാക്കുന്ന ചില തരിപ്പന്മാരൊക്കെ ഒരു NOC ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളെ കാത്തു നിൽക്കുന്നാവും. കലക്ടറെ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവരുടെ ആർജവത്തോടെ ഒരു നോ എന്ന് പറയാനുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് വേണ്ടി വരും, വേണ്ട സമയത്ത് വേണ്ടി വരും. അതിന് മെറിറ്റ് നോക്കി ചെയ്യേണ്ടി വരും. എല്ലാവരും പോയി നോ എന്ന് പറയല്ല. ഈ രാജ്യത്ത് അവശേഷിക്കുന്ന അവസാന ജീവിത തുരുത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരൊറ്റ തുരുത്തിനെ തൊടാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഉണ്ടാവണം. അത് നിങ്ങൾക്ക് അവയർനെസ് വേണം. വിത്ത് ദാറ്റ് അവയർനെസ് ദാറ്റ് എൻവയറൺമെന്റ് ഈസ് നോട്ട് ദാറ്റ് ഗിഫ്റ്റ് യു റിസീവ്ഡ് ഫ്രം യുവർ ആൻസെസ്റ്റേഴ്സ്, ബട്ട് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹവ് ബോറോഡ് ഫ്രം യുവർ സക്സസേഴ്സ്. ഭാവി തലമുറയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണ്, അല്ലാണ്ട് നമ്മുടെ പിൻഗാമികളെ കയ്യിൽ നിന്ന് നമ്മൾ ഗിഫ്റ്റായി സ്വീകരിച്ചതല്ല. എൻവയറൺമെന്റ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന് UPSCക്ക് നിർബന്ധമുണ്ട്, ഈ രാജ്യത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് എൻവയറൺമെന്റ് എക്കോളജി സിലബസിലുള്ളത്. ക്ലിയർ ആണോ ഓഫീസേഴ്സ്? ഓക്കെ. ഇപ്പൊ GS പേപ്പർ 3 നമ്മൾ പറഞ്ഞ 3 ടോപ്പിക്സ്, ഒന്ന് ഇന്ത്യൻ എക്കോണമി, ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി, മൂന്നാമത് എൻവയറൺമെന്റ് എക്കോളജി. 4ാമത്തെ ടോപ്പിക്കാണ് always saying no is not practically possible. അത് ഞാൻ അതിനെ കൂടെ ചേർത്തിയത് അഭിരാജ് കേട്ടോ. മെറിറ്റ് നോക്കണം.
എപ്പോഴും നോ എന്ന് പറയല്ല, മെറിറ്റ് നോക്കണം. ആൻഡ് യു ഹാവ് ടു ബി ദ വോയിസ് ഫോർ ഈവൻ ദ ഫ്യൂച്ചർ ജനറേഷൻ, നോട്ട് ഓൺലി ഫോർ ദ പീപ്പിൾ അറൌണ്ട് യു ബട്ട് പീപ്പിൾ യു ഹാവ് നോട്ട് സീൻ. ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ കുത്തുവാക്ക് സഹിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഡിഫൈൻസ് ആൻ ആസ്പിരന്റ്. കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ കുത്തുവാക്ക് സഹിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും ഒരുപാട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 4ാമത്തെ ടോപ്പിക്കാണ് എത്തിക്സ്. ഞാൻ 3ാമത്തെ ടോപ്പിക്കിലുള്ള 2 ടോപ്പിക്കുകളും കൂടെ ബാക്കിയുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ഇപ്പൊ നിങ്ങൾ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ അനുഭവിക്കുകയല്ലേ ഡിസാസ്റ്റർ. ഇന്ത്യയിൽ ഇതല്ലാണ്ട് ഇതിനെ പോലെ തന്നെ വേറെ ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൽപ്പെട്ട ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഡിസാസ്റ്ററുകളെ പറ്റി നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് GS പേപ്പർ 3 4ാമത്തെ ടോപ്പിക്കാണ്. ദുരന്ത നിവാരണ സേന എങ്ങനെയാണ് ദുരന്തങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ അതിന്റെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വരുമ്പോൾ അതിനെ വായിക്കുക, ശ്രദ്ധിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ന്യൂസ് പേപ്പർ റീഡിങ് അപ്പൊ എളുപ്പമാവാണ് പിന്നെയും. റൈറ്റ്, 5ാമത്തെയും അവസാനത്തെയും ടോപ്പിക്കാണ് GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷ ഇന്ത്യയുടെ. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊരു ട്രാജഡി നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇന്റേണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കാണ് വേണ്ടത്, അല്ലാണ്ട് വേറെ അതിന്റെ തിയറി ബുക്ക് വായിക്കലല്ല. കുട്ടികളെ, ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തിയറി ബുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും ഒരു ശരാശരി സിവിൽ സർവീസ് ആസ്പിരന്റിന്റെ റൂമിൽ പോയാൽ ഇത്ര അട്ടിയുള്ള ഇന്റേണൽ സെക്യൂരിറ്റിയുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്കുകൾ ഇങ്ങനെ നിരത്തിച്ചിട്ടുണ്ട്. ഹൈ, ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഒരു തിയറി ബുക്ക് ഉണ്ടായ പിന്നെ പാകിസ്ഥാൻകാർക്ക് പിന്നെ അതിനൊന്ന് ഒരു കോപ്പി അവർക്ക് കൊണ്ട് ഓർഡർ ചെയ്താൽ പോരും. നല്ല രസമായി. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ ഇസ് നോട്ട് എ തിയറി വിഷയം, ബട്ട് ദെൻ യു ഹാവ് ടു ഹാവ് എ ഗുഡ് അവയർനെസ് റിഗാർഡിംഗ് ദാറ്റ്. പത്രം നന്നായിട്ട് വായിക്കുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെയാണ് അനാലിറ്റിക്കലി ആൻസർ ചെയ്യാനുള്ള കാര്യത്തിന് മേലെ എഡിറ്റോറിയൽസും പത്രമൊക്കെ നന്നായി വായിച്ച് ഒരു നല്ലൊരു അവബോധം ഉണ്ടാക്കുക. അതിനാണ് ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ GS പേപ്പർ 3 5 ടോപ്പിക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യൻ എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയറൺമെന്റ് എക്കോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്റേണൽ സെക്യൂരിറ്റി. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം പേപ്പർ 4ലേക്ക് എത്തുന്നതിന് മുമ്പ്. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ജോഗ്രഫി, എൻവയറൺമെന്റ് ഇസ് കണക്റ്റഡ് ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇപ്പൊ ഇതൊരു മലയാണെന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിച്ചു എന്ന് പറയണേ, ചൂ എന്ന് പറഞ്ഞാലും മതി. ഇതൊരു മലയാണെന്ന് വിചാരിക്കും. ഫുള്ള് ടൈപ്പ് ചെയ്തണ്ട, ചൂ എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ എ എന്നാക്കിയാൽ മതി. ഓക്കെ. ഇതൊരു മലയാണ്. മല എന്ന് പറയുമ്പോൾ മൗണ്ടെയിൻ, റിലീഫ് ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ഇനി മഴ പെയ്യാന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിൽ ബാഷ്പീകരണം, ഇവാപറേഷൻ, കണ്ടൻസേഷൻ, ക്ലൗഡ് ഫോർമേഷൻ, മഴ പെയ്തു, ജോഗ്രഫിയാണ്. മല, അതിന്റെ മുകളിൽ മഴ പെയ്തു. വെള്ളം ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഒളിച്ചു പോകൂലേ? മലയുടെ മുകളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഒളിച്ചു പോകും. പക്ഷെ വെള്ളത്തിനൊരു സ്വഭാവമുണ്ട്, അതെപ്പോഴും ഭൂമിയുടെ താഴേക്ക് പോകും. ഇനി നോക്ക്, ഈ മലയുടെ മുകളില് ഞാൻ വലിയ കോറി ഉണ്ടാക്കാൻ, വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ, വലിയ റിസോർട്ട് ഉണ്ടാക്കാൻ ഞാൻ കുഴി കുഴിച്ചു. മഴ പെയ്തു, വെള്ളം ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഒളിച്ചു പോവോ? മലയുടെ മുകളില് വലിയ കുഴികളുണ്ട്. ഇപ്പോ മഴ പെയ്തു, വെള്ളം ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് ഒളിച്ചു പോവോ? നോ. വെള്ളം വിൽ കെട്ടി നിൽക്കൽ ഇൻ ദ കുഴി ഓൺ ദി മല. മലയുടെ മുകളിലുള്ള കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളത്തിന് എന്താ സ്വഭാവം? അത് ചെറിയ ദ്വാരങ്ങൾ വഴി ഭൂമിയുടെ അടിയിലേക്ക് പോകും. വാട്ടർ വിൽ സീപ് ത്രൂ സ്മോൾ ഹോൾസ് ടു ദി വാട്ടർ ടേബിൾ. അപ്പൊ എന്താവും? ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവും, അവിടെ ഉരുൾപൊട്ടലുണ്ടാവും. Now that will result in a disaster that you'll have to manage as an officer. And this disaster has occurred because of human impact on environment. And that environment is connected to geography. അപ്പൊ കുട്ടികളെ പറയൂ, മല, കുഴി, വെള്ളം. മല, കുഴി, വെള്ളം. മലയുടെ മുകളിൽ ഒരു കുഴി, അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം, അത് ചെറിയ ദ്വാരങ്ങൾ വഴി ഭൂമിയുടെ ഇടയിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവും, അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവും. And your disaster management is connected to your environment. Your environment is connected to your geography. Now these are GS paper 1, 2 and 3. 250, 750 മാർക്കിന്റെ 3 GS പേപ്പറുകൾ. നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ച് കൊല്ലുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ GS പേപ്പർ 4 കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പേപ്പർ 4, 4ാമത്തെയും അവസാനത്തെയുമായ ജനറൽ സ്റ്റഡീസ് പേപ്പർ 4. ഓക്കെ,
എന്റെ പ്രശ്നം എന്താന്ന് പറയുക, ഈ GS പേപ്പർ 4 പറ്റിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി ലളിതമായി പറയാന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അവനവന്റെ പേപ്പറായി പോയി. ഇപ്പൊ ഞാൻ എടുക്കുന്ന സബ്ജക്ട് ഒന്ന് CSAT-ഉം ഒന്ന് എത്തിക്സ് പേപ്പറാണ്. അപ്പൊ സ്വന്തം പേപ്പർ ആകുമ്പോ എന്തായാലും അതിനോട് ഒരു ഇതുണ്ടാവുമല്ലോ. എന്നാലും ഞാൻ ചെറുതായിട്ട് ആ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് കേട്ടോ. GS പേപ്പർ 4 ആണ് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 2013 വന്ന രണ്ടാമത്തെ വലിയ മാറ്റാണ് ഈ പേപ്പർ വന്നത്. ഏറ്റവും വലിയ മാറ്റം ബുക്ക്ലെറ്റ് ഏതാണ്? ഇത് രണ്ടാമത്തെ വലിയ മാറ്റാണ്. ഐ മേ സൗണ്ട് വെരി ബയസ്ഡ്, പക്ഷെ എന്നാലും രണ്ടാമത്തെ വലിയ മാറ്റാണ്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ സമ്മതിച്ചോളുന്നില്ല. രണ്ടാമത്തെ വലിയ മാറ്റം തന്നെ കേട്ടോ. ഈ പേപ്പർ ഒന്ന് തന്നെയാണ്, നിങ്ങൾ സമ്മതിക്കണേ. ഓക്കെ, 250 മാർക്കിന്റെ ഒരു പേപ്പറാണ്. ആ പേപ്പർ 125 മാർക്കിന് തിയറി ഉണ്ട്, 125 മാർക്കിന് അതന്നെ നല്ല മാറ്റല്ലേ. പിന്നെ അല്ല, 125 മാർക്കിന് തിയറി ഉണ്ട്, 125 മാർക്കിന് കേസ് സ്റ്റഡീസ് ഉണ്ട്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലിട്ട് തരും. അതിന്റെ പരിഹാരങ്ങൾ കാണാൻ വേണ്ടി നമ്മളോട് പറയും. 20 മാർക്കിനും 25 മാർക്കിനൊക്കെ കേസ് സ്റ്റഡീസ് ഉണ്ടാവും. അതായത് ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു, ഒരു ഗ്രാമം, അതിലെ എൽഡേഴ്സ് പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല. പെൺകുട്ടികൾ സ്കൂളിൽ പോയി അവർ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അവർ ജോലി നേടും, അത് ആൺകുട്ടികളുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് 25 മാർക്കിന് UPSC ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് ആ ഗ്രാമത്തിൽ മാറ്റം കൊണ്ടുവരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഗ്രാമം, അതിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു കുക്കിനെ വെച്ചു. കുക്ക് ഒരു ദളിത് കുക്കാണ്. 2015 കേസ് സ്റ്റഡി ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആ കുക്ക് ദളിത് കുക്ക് ആയതുകൊണ്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട പാരന്റ്സ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല. എത്ര തരം താഴ്ന്ന ചിന്താഗതിയാണതെന്ന് ആലോചിച്ച് നോക്ക്. ഇറ്റ്സ് എ സോഷ്യൽ ഈവിൽ ഇൻ ദ തോട്ട് ഇറ്റ് സെൽഫ്. കാരണം കുട്ടികള് ഒരു ദളിത് കുക്കിനൊക്കെ എന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ദാറ്റ് കുട്ടി വിൽ ഗെറ്റ് പൊല്യൂട്ടഡ്. എഡ്യൂക്കേഷൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ ചില നീറുന്ന വിഷയങ്ങൾ നമ്മളെ മുന്നിലിട്ട് തരും. റൈറ്റ്. ഇനി മോബ് വയലൻസിനെ പറ്റി കേസ് സ്റ്റഡി ചോദിച്ചു. അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റി കേസ് സ്റ്റഡി ചോദിച്ചു. ശിവകാശിയിലുള്ള പപ്പട കമ്പനിയല്ല പടക്ക കമ്പനിയുള്ള ചൈൽഡ് ലേബറിനെ പറ്റി കേസ് സ്റ്റഡി ചോദിച്ചു. അതിഥി തൊഴിലാളികളുടെ വിഷയങ്ങള് കോവിഡ് കാലത്തല്ലേ നിങ്ങൾ ശരിക്കും കണ്ടേ? ഇല്ലേ നിങ്ങൾ ഇവിടെ കോവിഡിന്റെ വന്നതിന്റെ ശേഷമല്ലേ നമ്മൾ ആ കാഴ്ച കണ്ടേ? അതിഥി തൊഴിലാളികൾ നടന്നു പോകുന്നത് അല്ലേ? കോവിഡ് റിപ്പോർട്ടിന്റെ ശേഷം നമ്മൾ ആ കാഴ്ച കണ്ടേ ആണ്. എന്നാൽ 2018 UPSCയുടെ മെയിൻസിന്റെ എത്തിക്സിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് അതിഥി തൊഴിലാളികളുടെ വിഷയം. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗ് കൊളാപ്സ് ആയി, ഒരുപാട് സ്ത്രീകളും കുട്ടികളും മരിച്ചു. അങ്ങനെ പുഴുക്കളെ പോലെ മരിക്കുന്ന അവരുടെ അവസ്ഥ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ? അതിനെന്തെല്ലാം പരിഹാരങ്ങളാണോ നിങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളൊരു ചോദ്യം. അതായത് 2018 കേസ് സ്റ്റഡി ആയിരുന്നു അത്. അന്ന് നമ്മളൊന്നും ഈ അതിഥി തൊഴിലാളികൾ ഈ വിഷയങ്ങൾ നമ്മൾ ആ TV കണ്ട ഫോട്ടോ കണ്ടപ്പോ നമുക്ക് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് എ നേഷൻ. ബട്ട് UPSC വാസ് ഫാസ്റ്റ് ഫോർവേഡ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്തിക്സ് പേപ്പർ അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ കേസ് സ്റ്റഡി എത്താൻ വേണ്ടി നിങ്ങൾ പറയുമ്പോ ആ പേപ്പർ വന്നൊരു നല്ലൊരു മാറ്റല്ലേ? ആണെന്ന് പറയട്ടെ, ആ പേപ്പർ വന്ന് നല്ലൊരു മാറ്റല്ലേ? അല്ലേ? ജീന പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറച്ച് ആൾക്കാരും കൂടെ പറഞ്ഞാൽ യെസ്, ഓക്കെ, നല്ലൊരു മാറ്റാണ്. ഇനി ഞാൻ അതിന്റെ തിയറി, ആ പേപ്പർ എന്താ മനസ്സിലാവാൻ വേണ്ടി അതിന്റെ സിലബസിലെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ചെറിയ ഭാഗം അതിന്റെ സിലബസിൽ, എന്നാലേ പേപ്പർ എന്താ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതിന്റെ സിലബസിലെ ടോപ്പിക് ഉണ്ട് ഫൗണ്ടേഷണൽ വാല്യൂസ് ഇൻ സിവിൽ സർവീസ്. മക്കളെ നിങ്ങൾ പറഞ്ഞേ, ഈ ഫൗണ്ടേഷണലിന്റെ മലയാളം എന്താണ്? വാട്ട് ഇസ് എ മലയാളം ഓഫ് ഫൗണ്ടേഷണൽ? ഫൗണ്ടേഷണൽ വാല്യൂസ് ഇൻ സിവിൽ സർവീസ്. അടിത്തറ, ബേസ്, അടിസ്ഥാനം. എന്നിട്ട് ഈ ഫൗണ്ടേഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവര് ചില മൂല്യങ്ങളെ പറ്റി പറഞ്ഞു, സം വാല്യൂസ്. അതൊരു വാല്യൂ ആണ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റിയുടെ മലയാളമാണ് വസ്തുനിഷ്ഠത. ഫൗണ്ടേഷണൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് സിലബസ് പറഞ്ഞിട്ട് ചില മൂല്യങ്ങളെ പറ്റി പറയാണ്. അതൊരു വാല്യൂ ആണ് വസ്തുനിഷ്ഠത, ഒബ്ജക്ടിവിറ്റി. ഈ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാല്, വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ നാളെ സിവിൽ സർവീസ് ഓഫീസർ ആകുമ്പോ നിങ്ങൾ LDFന്റെ ഓഫീസറാണോ UDFന്റെ ഓഫീസറാണോ അതോ ജനങ്ങളുടെ ഓഫീസറാണോ? ഒരു LDF കാരിയായിട്ട് ഫീൽ ചെയ്യാൻ പാടുണ്ടോ? ഒരു UDF കാരനായിട്ട് ഫീൽ ചെയ്യാൻ പാടുണ്ടോ? നോ, യു ആർ ദി ഓഫീസർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ റിപ്പബ്ലിക്. ഈ രാജ്യത്തെ ജനങ്ങളാണോ നിങ്ങൾ? യു ആർ നോട്ട് an officer of NDA, you are not an officer of UPA, you are not an officer of LDF, you are not an officer of UDF, you are the officer of the people of the republic. ഈ രാജ്യത്തെ ജനങ്ങളാണ് നിങ്ങൾ. നിങ്ങളെ പറ്റി ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. ഞാൻ പറയാണ്, നിങ്ങൾ ഒരു ജില്ലാ കളക്ടറാണ്. അങ്ങനെ നിങ്ങൾ റിട്ടയർ ചെയ്യാണ്. ഓക്കെ, റിട്ടയർമെന്റ് ആയില്ലേ? ഒന്ന് എളിഞ്ഞിരുന്നില്ല കസേരയില്. ഓക്കെ, നിങ്ങൾ ജില്ലാ കളക്ടറാണ്, റിട്ടയർ ആവണില്ല കേട്ടോ. ഓക്കെ, നിങ്ങളെ മുന്നിൽ വരുന്ന ഓരോരോ ഫയലുകളെയും നിങ്ങൾ തികച്ചും വസ്തുനിഷ്ഠമായിട്ട് തീരുമാനം എടുക്കുകയാണ്. അതിന്റെ മെറിറ്റ് മാത്രം നോക്കിയിട്ട്.
വൈകാരികമായിട്ട് ഒരു പക്ഷപാതം കാണിക്കാണ്ട് തികച്ചും നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായ തീരുമാനം എടുക്കുകയാണ് നിങ്ങളെ പറ്റി അങ്ങനെ സങ്കല്പിച്ചോ? ഓരോരോ ദിവസം ഓരോരോ കാര്യങ്ങളുടെ മേലെ ഓരോരോ തീരുമാനം എടുക്കുമ്പോൾ, എല്ലാ ദിവസവും എല്ലാ കാര്യത്തിന്റെ മേലെ എല്ലാ തീരുമാനം എടുക്കുമ്പോഴൊക്കെ എപ്പോഴും തികച്ചും വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് തീരുമാനം എടുക്കണേ. ഒരിക്കൽ പോലും പക്ഷപാതം കാണിച്ചിട്ടില്ല നിങ്ങൾ സർവീസ് ജീവിതത്തിലുടനീളം. ഓക്കെ, ഞാൻ വിചാരിക്കാൻ വേണ്ടിയാ പറഞ്ഞേട്ടോ. മലയാളി അഭിരാജ് വിചാരിച്ചൂടെ, ഒന്ന് പോസിബിൾ ആണോ അല്ലെന്നല്ല, വിചാരിച്ചൂടെ മലയാളി സാന്നിധ്യം? ഓക്കെ, വിചാരിച്ചില്ല നിങ്ങളെല്ലാരും? ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെന്ന് നിങ്ങളെ പറ്റി വിചാരിക്കുമ്പോ നിങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നുണ്ടോ? ശരിക്ക് ഇല്ലേ? വിചാരിച്ചപ്പോ ഒരു വല്ലാത്തൊരു സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. ഏകദേശം കുറച്ചൊരു രോമാഞ്ചൊക്കെ വരുന്നുണ്ടോ? സം റൊമാൻറ്റിഫിക്കേഷൻസ് ഇല്ല എന്ന് പറയരുത്, ചെറിയ രോമാഞ്ചൊക്കെ തോന്നില്ലേ? അയ്യടാ, ഞങ്ങള് കേട്ടോ ഉണ്ട് രോമാഞ്ചം ഉണ്ടെന്ന്. അല്ലോ ഇവിടെ നിങ്ങള് കേട്ടോ? നോ അഭിമാനം, നോ രോമാഞ്ച അഭിമാനം എന്തിന്? ഒബ്ജക്ടിവിറ്റി എന്ത് വാല്യൂ ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്? എന്ത് വാല്യൂ ആണ്? ഞാൻ ആദ്യം അതാ പറഞ്ഞേ, ഫൗണ്ടേഷണൽ വാല്യൂ. പാവം നിങ്ങൾ ചമ്മിപ്പോയി. ഫൗണ്ടേഷണൽ വാല്യൂ, അടിസ്ഥാന മൂല്യമാണ് അതൊക്കെ. അതിലൊന്നും അഭിമാനം കൊള്ളണ്ടെന്ന് UPSC പറയാണ്. നോ അഭിമാനം, നോ സംഭവമാണ് തോന്നൽ, നോ രോമാഞ്ചം. ബിക്കോസ് ഒബ്ജക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദ ഫൗണ്ടേഷണൽ വാല്യൂസ് ഇൻ സിവിൽ സർവീസ്. എത്തിക്സ് പേപ്പറാണ്. നിങ്ങൾ അങ്ങനത്തെ തീരുമാനം എടുത്തതിന്റെ വീരഗാഥകളൊന്നും നിങ്ങൾ സർവീസ് ജീവിതത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾ എഴുതാൻ പോകുന്ന ബുക്കിൽ ഞാൻ അന്ന് ഭയങ്കര വസ്തുനിഷ്ഠമായി തീരുമാനമെടുത്ത ഒരാളാണെന്ന് എഴുതാൻ നിൽക്കേണ്ട. നാണക്കേടാണ്. കാരണം എന്താണെന്നറിയോ? അത് അടിസ്ഥാന മൂല്യമാണ് പോലും. സങ്കടമായിട്ടുണ്ടാവും, സാരമില്ല, അതാണ് എത്തിക്സ് പേപ്പർ. ഇപ്പൊ ചെറുതായിട്ട് എത്തിക്സ് പേപ്പറിന്റെ സ്വഭാവം മനസ്സിലായി? ചെറുതായിട്ട് എത്തിക്സ് പേപ്പർ എന്താണ്? അതായത് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്ന വാല്യൂസ് അടിസ്ഥാനമാണ്. അല്ലെങ്കിലേ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതാണെന്ന്. പാവം നിങ്ങൾ. ഞാൻ നാളെ ഒരു IAS ആയി കഴിഞ്ഞാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അതൊക്കെ അടിസ്ഥാനമാണ്. ജനങ്ങളെ കരം കൊണ്ട് ശമ്പളം വാങ്ങണം ഓഫീസറെ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണെന്ന് നിങ്ങളെ ഉണർത്തുന്ന പേപ്പറിന്റെ പേരാണ് എത്തിക്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 250 മാർക്കിന്റെ 4ാമത്തെ പേപ്പർ, 2013 സിവിൽ സർവീസ് പേപ്പർ. ഇറ്റ്സ് എ ബേസിക് ഡ്യൂട്ടി. ഇറ്റ് ഈസ് എ ബേസിക് ഡ്യൂട്ടി. ബേസിക് ഡ്യൂട്ടി ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എഴുത്തിൽ നമ്മൾ അതേ രീതിയിൽ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ പീപ്പിൾ ഹു ആർ ക്ലിയറിംഗ് ദ എക്സാം. അതിനെ ബേസിക് ഡ്യൂട്ടി ആയിട്ട് മനസ്സിൽ ഉൾക്കൊള്ളാണ്ട് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കാൻ വരണ്ട എന്നാണ് ആര് പറയുന്നത്? ഈ എത്തിക്സ് പേപ്പർ പറയുന്നത്. നോ, ദാറ്റ് ഇസ് എ പ്രോബ്ലം. എത്തിക്സ് പേപ്പർ സത്യം പറഞ്ഞാല് ഈ രാജ്യത്ത് സിവിൽ സർവീസ് എഴുതുന്ന എല്ലാവരോടും വിളംബരം ചെയ്യാണ്. നിങ്ങൾ ഇതിനൊക്കെ ബേസിക് ഡ്യൂട്ടി ആയിട്ട് കണ്ടിട്ട് എഴുതാമെന്നാ മതി എന്നുള്ളത്. ഞാൻ പറയല്ല, എത്തിക്സ് പേപ്പർ ഒരു പരിപൂർണമായിട്ടൊരു പേപ്പറാണ്. അതിൽ നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരൊക്കെ നല്ല ഓഫീസേഴ്സ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിലൊക്കെ മാർക്ക് വാങ്ങിയ ആൾക്കാർക്ക് ഏറ്റവും തട്ടിപ്പ് വീരൊക്കെ ആവാം. പക്ഷേ അതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഫ്രം UPSC അല്ലെ? നമുക്ക് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ലൊരു അറ്റംപ്റ്റ് ആണ് ഫ്രം UPSC. ഈ പരീക്ഷയുടെ പാറ്റേണിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. കുട്ടികൾ, നിങ്ങൾക്ക് അറിയോ, അതായത് ഫൗണ്ടേഷൻ വാല്യൂസ് എന്ന് പറഞ്ഞ വേറെ വാല്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒന്ന് ഒബ്ജക്ടിവിറ്റി ഒരു വാല്യൂ ആണ്. ടോളറൻസ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് വീക്കർ സെക്ഷൻസ്. നിങ്ങളുടെ ടോളറൻസ് ആൻഡ് കമ്പാഷൻ ടുവേർഡ്സ് വീക്കർ സെക്ഷൻസ് അത് ഫൗണ്ടേഷൻ വാല്യൂ ആയിട്ട് സിവിൽ സർവീസിന്റെ എത്തിക്സ് പേപ്പറിലെ സിലബസ് പറഞ്ഞ വേറൊരു വാല്യൂ ആണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹിഷ്ണുത. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കണല്ലോ തന്നെ. കമ്പാഷൻ എന്താണ്? സഹാനുഭൂതി. വീക്കർ സെക്ഷൻസിനോട് സഹിഷ്ണുത കാണിക്കണം, സഹാനുഭൂതി കാണിക്കണം എന്നുള്ളത് സിവിൽ സർവീസിന്റെ ഒരു അടിസ്ഥാന മൂല്യമാണെന്ന് പഠിപ്പിക്കുന്ന പേപ്പറിന്റെ പേരാണ് GS പേപ്പർ 4. അതുകൊണ്ട് ദയവേത് പറയാണ്, നിങ്ങൾ ഈ ടോളറൻസും കമ്പാഷനും കാണിക്കുന്ന വീരഗാഥകൾ ബുക്കിൽ എഴുതാൻ നിൽക്കണ്ട. അതൊരു സംഭവമായിട്ട് തോന്നേ വേണ്ട. ബിക്കോസ് യു ഷുഡ് ഡു ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. ആൻഡ് വെൻ യു വിൽ ഡു ദാറ്റ് ഫ്രം യുവർ ഹാർട്ട്, യു ആർ നോട്ട് ഗോയിങ് ടു വിൻ എനി ബ്രൗണി പോയിന്റ്. ചിലപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, സർക്കാർ ഓഫീസിൽ ദൈനംദിനം ജനങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫറേ കിട്ടുണ്ടാവുള്ളൂ. ബാക്കി രാഷ്ട്രീയക്കാരെ കുത്തുവാക്കും ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല. കാരണം ദാറ്റ് ഈസ് വൈ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാം ആൻഡ് ദാറ്റ് ഈസ് വൈ യു ആർ ക്രാക്കിംഗ് ദിസ് എക്സാം ഫോർ ഇൻവോൾവിംഗ് ഇൻ പബ്ലിക് സർവീസ് ഫോർ ദ കോമൺ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആ ഉണർത്തിൽ ആ പേപ്പർ ധാരാളം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ GS പേപ്പർ 4നെ പറ്റി ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു ടോപ്പിക്കാണ് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് ജനങ്ങളോട് സംസാരിക്കാനും സംവദിക്കാനുള്ള വൈകാരികമായിട്ടുള്ള തീവ്രത, വിവേകം, വിവേചനം നിങ്ങൾക്ക് വേണം.
നിങ്ങളെ മുന്നിൽ വരുന്ന സാധാരണക്കാര് നിങ്ങളുടെ ഭാഷ സംസാരിക്കാനുള്ള ഭാഷ നിങ്ങൾക്ക് ഉണ്ടാവരുത്, പക്ഷെ അവരുടെ ഭാഷ സംസാരിക്കാനുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ അവരുടെ ഭാഷ സംസാരിക്കണം, നിങ്ങൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം, നിങ്ങൾ അവർക്ക് ചെവി കൊടുക്കണം, നിങ്ങൾക്ക് അവർക്ക് ചെവി കൊടുക്കണം. എന്നാലേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവർ കേൾക്കുകയുള്ളൂ. GS paper 4 ethics, integrity and aptitude. Now I will just try to sum up 4 GS പേപ്പറുകൾ. ഓക്കെ, GS paper 1, GS paper 2, GS paper 3, GS paper 4. ചെറുതായിട്ട് മനസ്സിലായോ ഈ പേപ്പർ 4 പേപ്പർ 1 2 3 എന്നുള്ള സാധനം ചെറുതായിട്ട് മനസ്സിലായല്ലോ കുട്ടികളെ? ഞങ്ങളുടെ ഞായറാഴ്ച അങ്ങനെ വല്ലാണ്ട് സ്പോയിൽ ചെയ്യാനും വയ്യ. ഓക്കെ, അപ്പൊ and you should know that ethics paper is one paper which will actually give us reasons to prepare for the exam. നമുക്ക് ഈ പരീക്ഷ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കാരണങ്ങൾ തരുന്നൊരു പേപ്പറും കൂടെയാണത്. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അത് ഞാൻ ഏതായാലും മോട്ടിവേഷൻ ഒന്നും ഇവിടെ പരിപാടിയൊന്നുമില്ല, എന്നാലും പറയാം. എത്തിക്സ് പേപ്പറിന്റെ സിലബസിലുള്ള വേറൊരു ഫൗണ്ടേഷൻ വാല്യൂ കൂടെ ഞങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഞെട്ടണം, പറയട്ടെ, നിങ്ങൾ ഞെട്ടാൻ തയ്യാറാണോ? പ്ലീസ് ഞെട്ടണം, അല്ലെങ്കിൽ വലിയ ഞെട്ടി. ഞാൻ പറയട്ടെ. ഓക്കെ, സിവിൽ സർവീസിന്റെ എത്തിക്സിന്റെ സിലബസിലുള്ള ഫൗണ്ടേഷണൽ വാല്യൂ പെട്ട വേറൊരു വാല്യൂ ആണ് ഡെഡിക്കേഷൻ ടു പബ്ലിക് സർവീസ്. ഞാനല്ല പറഞ്ഞു, UPSC പറഞ്ഞു. നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഡെഡിക്കേഷൻ ടു പബ്ലിക് സർവീസ്. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏത് സമയത്തും ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. രാപ്പകലില്ലാണ്ട്. ഞെട്ടില്ല, ഞാൻ ഞെട്ടിത്തരിച്ചതാണ്. ഏകദേശം ഞാൻ ഈ ലെറ്ററാണ് ഉദ്ദേശിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവണം. ഊണും ഉറക്കും ഒഴിവാക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോലും അത് വലിയ സംഭവമായി നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. കാരണം അത് അടിസ്ഥാന വാല്യൂ ആണ്, തികച്ചും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ കിങ് സിനിമ കണ്ടിട്ടുണ്ടോ? കിങ് സിനിമ, പഴയ കിങ്, മമ്മൂട്ടിന്റെ പഴയ സിനിമ. കിങ്ങും കമ്മീഷണർ അല്ല. ആ സിനിമയിൽ ഒരു സീനുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഒരു രാവിലെ ഗസ്റ്റ് ഹൗസിൽ വരികയാണ്. അപ്പൊ സ്ഥിരം മന്ത്രി അഭിനയിക്കുന്ന നടനുണ്ടല്ലോ, കൊല്ലം തുളസി. അപ്പോ പത്രക്കാരുടെ ഇടയില് തേവള്ളിപ്പറമ്പൻ ജോസഫ് അലക്സ് എന്ന IAS ഓഫീസറിനെ അവർ കളിയാക്കാണ്, മന്ത്രി കളിയാക്കാണ്. കളക്ടറെ മാൻ ഈ സമയത്താണോ വരാൻ കണ്ടത്? കുറച്ച് നേരത്തെ എത്തണ്ടേ, ഇപ്പോഴാണോ വരാൻ കണ്ടതെന്നൊക്കെ പത്രക്കാരുടെ മുന്നിൽ പറയണം. അപ്പൊ മമ്മൂട്ടിക്ക് ദേഷ്യം വരും. മമ്മൂട്ടിക്ക് ദേഷ്യം വന്നാൽ പിന്നെ മമ്മൂട്ടി മുടി ഇങ്ങനെ ആക്കും. അതാ കിങ് സിനിമയില്. ഓക്കെ, മമ്മൂട്ടി കൈകൊണ്ട് ഇങ്ങനെ അമർത്തി പിടിക്കും, മുടി ഇങ്ങനെ ആക്കും. പിന്നെ ഡയലോഗ്, അതിന് മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവനും കലാപം നടന്ന സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഊണ് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, കുളിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ഡയലോഗാണ്. അതിന് തിയേറ്ററിൽ ഭയങ്കര കൈയടിയാണ്. എന്താണ്? ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെയായിരുന്നു, ഊണ് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, കുളിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, നേരെ ഇങ്ങോട്ട് വരികയെന്ന് മന്ത്രിനോട് പറയാണ്. ഭയങ്കര കൈയടി തിയേറ്ററിൽ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയണം. അന്ന് എത്തിക്സ് പേപ്പർ ഇല്ലല്ലോ, 2011 ഈ പേപ്പർ വന്നത്. ഇനി നിങ്ങൾ കളക്ടറായി കഴിഞ്ഞിട്ട് നിങ്ങളും മമ്മൂട്ടിയും ഒരു പരിപാടി പങ്കെടുക്കുകയാണ്. അതായത് നിങ്ങൾ കീനോട്ട് അഡ്രസ്സും മമ്മൂട്ടി അവിടെ സാന്നിധ്യം, നിങ്ങളുടെ മുന്നിൽ ഒരു സാന്നിധ്യമല്ലേ ഉള്ളൂ കളക്ടറായി. അങ്ങനെ ഒരു ഉദ്ഘാടകനും ഒരു അധ്യക്ഷയും ആയിക്കോട്ടെ. ഓക്കെ, ഹാപ്പി ആണല്ലോ. അതിന് മമ്മൂട്ടിനോട് ഇങ്ങനെ നിങ്ങളെ കൂടെ മമ്മൂട്ടിനെ കൂടെ കാണുമ്പോൾ കാണികൾ ഇങ്ങനെ പറയും, സാറാ കിങ്ങിന്റെ ഡയലോഗ് ഒന്ന് പറയും മമ്മൂട്ടിനോട്. നിങ്ങളെ മമ്മൂട്ടി വലിയ കാര്യത്തിൽ ഡയലോഗ് അടിക്കും. മമ്മൂട്ടി നിങ്ങളെ അടുത്ത് വന്നിരിക്കും. നിങ്ങൾ മമ്മൂട്ടിനോട് പറയണം, മിസ്റ്റർ മമ്മൂട്ടി നമുക്ക് ആ ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കേണ്ടതെന്ന്. അപ്പൊ മമ്മൂട്ടിക്ക് എന്താണ്? അപ്പൊ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടതല്ലേ, അതിലിപ്പോ എന്താ വലിയ കാര്യം? ഊണില്ല, ഉറക്കില്ല, അതല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ലേ? ഇനി അമ്മാതിരി ഡയലോഗ് ഒന്ന് പറഞ്ഞ് നടക്കുന്നത് നാണക്കേടാണ്. മമ്മൂട്ടി ചമ്മിപ്പോവും. എങ്ങനെയുണ്ട്? നിങ്ങൾ പറയില്ല, നിങ്ങൾ ഓർക്കുവോ? മറക്കാണ്ട് ഇത് മമ്മൂട്ടിനോട് പറഞ്ഞണം. മേലാൽ രഞ്ജി പണിക്കരോ ഷാജി കൈലാസോ ഒക്കെ ഇമാതിരി സ്ക്രിപ്റ്റ് ഇനി ഇറങ്ങരുത്. കാരണം നിങ്ങൾ 2013 ശേഷം വന്ന ബാച്ചാണ്. മനസ്സിലായ കുട്ടികളെ? 4 GS പേപ്പറുകൾ പരിചയപ്പെട്ടു. ഇനി അപ്പൊ നമ്മളിപ്പോ 1000 മാർക്കിനുള്ള കാര്യമായി. ഇനി 750 മാർക്കിനും കൂടെ പരിചയപ്പെട്ടാൽ 500 മാർക്കിന് ഐച്ഛിക വിഷയമാണ്, ഓപ്ഷണൽ പേപ്പറാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നതാവട്ടെ അല്ലാത്താവട്ടെ. ഡിഗ്രി പഠിക്കുന്ന സബ്ജക്ട് പൊതുവെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തതാണെങ്കിലും മടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇഷ്ടപ്പെടാത്തത് എടുത്തതാണെങ്കിലും ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം 500 മാർക്കിന്. ഇപ്പൊ നിലവിൽ ഓപ്ഷണൽ സബ്ജക്ട് ഉണ്ട്, റിമൂവ് ആവുന്നൊക്കെ തോന്നുന്നു, കേൾക്കുന്നു, പക്ഷെ ഒന്നും കാര്യമില്ല. ഇപ്പൊ നിലവിലുണ്ട് 500 മാർക്കിന് ഏതെങ്കിലും ഒരു ഐച്ഛിക വിഷയം. നമ്മളെ ഇന്ത്യയിലെ ഒരു ഡിഗ്രി, ഒരു PG ലെവൽ വേണ്ട, ഡിഗ്രീന്റെ PGന്റെ ഒരു ഇടയിലുള്ള ഒരു ഓണേഴ്സ് ലെവലിലൊക്കെ ഉള്ള ഒരു കാര്യം വേണ്ടി വരും. ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഏതെടുക്കാം. ഏതാ നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന ആ ഡിഗ്രി സബ്ജക്ട് നിങ്ങൾക്ക് എടുക്കാം, ഒരു ലിസ്റ്റിൽ എടുക്കാം. അപ്പൊ 1500 മാർക്കായി. 250 മാർക്കിന് ഒരു essay പേപ്പർ ഉണ്ട്. ഒരു 4 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു സെക്ഷൻ എയിലെ ഏതെങ്കിലും ഒന്ന് എഴുതാം 125 മാർക്കിന്. 4 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതാം 125 മാർക്കിന്.
അതായത് സെക്ഷൻ എയിൽ 4 ചോദ്യം ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മേലെ ഒരു എസ്സേ എഴുതുക. 1000 വേർഡ്സിന്റെ ഉള്ളിൽ എസ്സേ എഴുതിയാൽ മതി. കാരണം 1000 വേർഡ്സ് ആണ് അതിന്റെ വേർഡ് ലിമിറ്റ്. 1100 വേർഡ്സ് ആണ് വേർഡ് ലിമിറ്റ്. സെക്ഷൻ ബിയിൽ 4 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതാം എസ്സേ. അങ്ങനെ 1750 മാർക്ക് മെയിൻസിനെ പറ്റി ഞാൻ അവിടെ പറഞ്ഞേ. ഓക്കെ, 500 മാർക്ക് ഓപ്ഷണൽ പേപ്പർ, 250 മാർക്ക് ജനറൽ എസ്സേ. ഓക്കെ, 4 GS പേപ്പറുകൾ. ഈ പേപ്പറുകൾ മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം. പിന്നെ കമ്പൽസറി ഇംഗ്ലീഷും കമ്പൽസറി മലയാളത്തിന്റെ പേപ്പറുണ്ട്. അതിൽ 25% മാർക്ക് കിട്ടിയാൽ മതി. 10ാം ക്ലാസ് വരെയുള്ള ഒരു കമ്പൽസറി മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ്, ഒരു കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പർ 300-ൽ 75 മാർക്ക് കിട്ടിയാൽ മതി. അതൊന്നും ആരും ക്വാളിഫൈ ചെയ്യാണ്ട് നിൽക്കൂല, എല്ലാവരും പാസ്സാവുന്ന പേപ്പർ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അങ്ങനെ ഈ 1750 മാർക്കിന്റെ മെയിൻസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസിന് വേണ്ടി നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊരു ഒബ്ജക്റ്റീവാണ്, OMR ഷീറ്റുള്ള പരീക്ഷയാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് പ്രിലിംസിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, നിങ്ങൾ ഡൗട്ടുകൾ നിങ്ങൾ ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രിലിംസിനെ പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. മെയിൻസ് കഴിഞ്ഞു. ഇനി പ്രിലിംസിൽ 2 പേപ്പറുകള്. ഒന്ന് GS എന്ന് പറഞ്ഞ 2 മണിക്കൂറിലെ 100 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പേപ്പർ. ഒബ്ജക്റ്റീവാണ്, OMR ഷീറ്റ് ആണ്. നോ കറക്കിക്കുത്തൽ, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം CSAT എന്ന് പറഞ്ഞ പേപ്പറാണ്. 2 മണിക്കൂർ മാർക്കാണ് ഒരു ശരി ഉത്തരത്തിന്. GS-ല് 100 ചോദ്യങ്ങളാണ്. 100 × 2 200 മാർക്ക്. അത്രേ ഉള്ളൂ. 100 ചോദ്യങ്ങൾ 100 × 2 200 ഒബ്ജക്റ്റീവ് OMR ജനറൽ സ്റ്റഡീസ്. CSAT എന്താ ഞാൻ പറഞ്ഞുതരാം. അത് 80 ചോദ്യങ്ങളാണ്, 2.5 മാർക്ക് വീതം. 80 × 2 200 മാർക്ക്, 2 മണിക്കൂർ. അപ്പൊ ഈ GS-ൽ അടങ്ങിയ ടോപ്പിക്സ് എന്തൊക്കെയാണ്? കറണ്ട് അഫയേഴ്സ്, സമകാലീനം, ഹിസ്റ്ററി, നമ്മൾ നേരത്തെ പറഞ്ഞ ജോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി, എൻവയറൺമെന്റ്, ജനറൽ സയൻസ്, പിന്നെ എക്കണോമിക്സ്, എക്കണോമിക് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാ പറയുന്നത്, സുസ്ഥിര വികസനം. അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ജനറൽ സ്റ്റഡീസ് ടോപ്പിക്കുകളിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ഒന്നും പ്രിലിംസിൽ ഇല്ല. ഇന്റർണൽ സെക്യൂരിറ്റി പ്രിലിംസിൽ ഇല്ല. എത്തിക്സ് പ്രിലിംസിൽ ഇല്ല. മെയിൻസിന് മാത്രം പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം മെയിൻസിനെ പറ്റി പറഞ്ഞേ. പ്രിലിംസില് ജനറൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ പോളിറ്റി, ജനറൽ സയൻസ്, എൻവയറൺമെന്റ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ. പത്രവായന. CSAT-ല് ഏതൊക്കെ ടോപ്പിക്കുകൾ എന്നുള്ളത്, ഒന്ന് ബേസിക് ന്യൂമറസി 10th ലെവൽ, ജനറൽ മെന്റൽ എബിലിറ്റി, കോംപ്രഹെൻഷൻ, ഈ 3 സാധനങ്ങൾ, ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സാധനമാണെന്ന്. CSAT-നെ പറ്റി ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ഓക്കെ, നിങ്ങൾ സെറ്റാണ് അത് കേൾക്കാൻ. മാത്സ് ഒക്കെ അടങ്ങിയ പേപ്പറാണ്. 2 മണിക്കൂറിന്റെ CSAT പേപ്പർ, സിവിൽ സർവീസ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. ഞാൻ ചെറിയൊരു കാര്യം പറയാം. CSAT-നെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയെങ്കിലും പറഞ്ഞു. വാട്ട് ഡു യു നോ അബൌട്ട് CSAT? എനിക്ക് കാര്യം തിരിഞ്ഞില്ല. മാത്സ് ഇഷ്ടം ഉള്ള ആൾക്കാര് അവർക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട്. മാത്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ് ലെവൽ വരെ മാത്സ് മതി. ബിജീഷ് ഒന്ന് മ്യൂട്ട് ചെയ്യണം മോനെ. ബിജീഷ് ബേബി ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ബിനീഷ് ഓക്കെ, ബിജീഷ് ഓക്കെ. 10ാം ക്ലാസ് വരെയുള്ള മാത്സ് മതി. ഓക്കെ, അതിന്റെ അപ്പത്തേക്കുള്ള മാത്സിന്റെ മ്യൂട്ട് ആയിപ്പോയി. ഓക്കെ ഓക്കെ താങ്ക് യു. അതായത് മാത്സ് 10 വരെയുള്ളത് മതി. അത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമുണ്ടാവും. ഈ കാൽക്കുലസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളത് പഠിച്ചുകൊണ്ടിരുന്നോ? സിവിൽ സർവീസ് 10 വരെ. 10ാം ക്ലാസ് കഴിഞ്ഞ് മാത്സ് വെക്കുന്ന ആൾക്കാർക്കും സിവിൽ സർവീസ് എഴുതണം. മനസ്സിലായോ? ഇനി CSAT പേപ്പർ 200 മാർക്കിനാണ്. ഈ മാത്സ് ഒക്കെ അടങ്ങിയ പേപ്പർ. ആ പേപ്പറിൽ 33% മാർക്ക് കിട്ടിയാൽ മതി. ആ പേപ്പർ ക്വാളിഫൈ ചെയ്തു. ആ പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. കോംപ്രഹെൻഷനും മെന്റൽ എബിലിറ്റിയും ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിങ് കമ്മ്യൂണിക്കേഷനും ഒക്കെ അടങ്ങിയ, ഞാൻ സിലബസിൽ പറഞ്ഞതിന് മുമ്പ് ആ പേപ്പറിന്റെ നേച്ചർ എന്ന് പറയാലോ. ആ പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ആ 200 മാർക്കിൽ 67 മാർക്ക് കിട്ടിയാൽ മതി. ആ പേപ്പർ പാസ്സായി. അതായത് 200ന്റെ 33% മാർക്ക് കിട്ടിയാൽ മതി. ആ പേപ്പർ പാസ്സായി. GS-ലെ 200 മാർക്കിലെ മാർക്ക് മാത്രമേ പ്രിലിംസ്
ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി കൗണ്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ളത് ക്വാളിഫയിങ് പേപ്പറാണ്. GS-ൽ എത്ര മാർക്ക് കിട്ടി ആ മാർക്ക് മാത്രമേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രിലിംസ് പാസ്സാവാതിരിക്കുക. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്വാളിഫയിങ് പേപ്പർ എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലായോ? ഇനി ഞാൻ CSAT, ഓക്കെ, ഞാൻ ഒന്നും കൂടെ മനസ്സിലാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഇത് പറയാം. CSAT-ൽ 200-ല് ടിൻഡുമോന് 200-ല് 68 മാർക്ക് കിട്ടി. ഡുണ്ടുമോൾക്ക് CSAT-ല് 198 മാർക്ക് കിട്ടി. ഈ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? രണ്ടുപേരും പാസ്സായി, ഒരു വ്യത്യാസമില്ല അല്ലേ? ഡുണ്ടുമോള് 198 മാർക്ക് കിട്ടി പാസ്സായി, ടിൻഡുമോ 68 മാർക്ക് കിട്ടി പാസ്സായി. ആർ യു ഹാപ്പി ഓർ സാഡ്? യു ഷുഡ് ബി ഹാപ്പി. ഡുണ്ടുമോള് പാവം വെറുതെ എന്തിനോ വാങ്ങിയ 198 മാർക്കുകൾ, എന്തിനോ വാങ്ങിയ 198 മാർക്കുകൾ ഡുണ്ടുമോള്. ഓക്കെ, ടിൻഡുമോനും അന്തസ്സായിട്ട് പാസ്സായി, രണ്ടാളും പാസ്സായി. Now you know what is a qualifying paper. ഈ CSAT-ലെ ഒരു ചെറിയൊരു ടോപ്പിക് കൂടി ഞങ്ങളോട് പറയാണ്. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് അതിലുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരും, അതുമായി ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അതിന് 2.5 മാർക്കോ 2 മാർക്കോ ആവാം, അല്ലെങ്കിൽ 0. ഇന്റർപേഴ്സണൽ സ്കിൽ, അതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല ആ ഭാഗത്തിന്. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ. കാരണം നിങ്ങളിപ്പോ CSAT-ന്റെ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബേസിക് ന്യൂമറിക്സ് എന്താ മനസ്സിലായിട്ടുണ്ടാവും, ജനറൽ എന്താ മനസ്സിലായിട്ടുണ്ടാവും, ലോജിക്കൽ റീസണിംഗ് എന്താ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇതെന്താ പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആ സാധനം നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തട്ടെ, എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ എന്താണ് അത് എന്നുള്ളത്. ടിൻഡു 68 മാർക്ക് തഗ് അല്ലേ? ഓക്കെ, അതായത് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം പരിചയപ്പെടുത്താൻ UPSC-യുടെ ആദ്യത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാല് ഫസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സിറ്റുവേഷൻ തരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ അനിയൻ ഒരു പരീക്ഷയെ തോറ്റു. എന്നിട്ട് നിങ്ങളടുത്ത് വന്ന് പറയാണ്, ചേട്ടാ ചേച്ചി ഞാൻ പരീക്ഷയെ തോറ്റിട്ടുണ്ട്, ഈ തോറ്റ വിഷയം ഒന്ന് അച്ഛനോടും അമ്മയോടും അവതരിപ്പിക്കണം എന്ന് പറയാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, നിങ്ങൾ അനിയനോട് പറയും യു ബെയർ യുവർ ഓൺ ക്രോസ്, നിന്റെ കുരിശ് നീ തന്നെ ചുമന്നോ എന്ന് പറയും. ഓപ്ഷൻ ബി, യു വിൽ ടേക്ക് ഇറ്റ് ആസ് യുവർ റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ഉത്തരവാദിത്തം അതിനെ ഏറ്റെടുക്കും. ഓപ്ഷൻ സി, യു വിൽ ടെൽ യുവർ പാരന്റ്സ് ഇൻ യുവർ അനിയൻസ് പ്രസൻസ്, അനിയന്റെ സാന്നിധ്യത്തിൽ ഇത് പാരന്റ്സിനോട് പറയും. ഓപ്ഷൻ ഡി, യു വിൽ ടെൽ യുവർ പാരന്റ്സ് ഇൻ യുവർ അനിയൻസ് ആബ്സെൻസ്, അനിയന്റെ അഭാവത്തിൽ ഇത് പാരന്റ്സിനോട് പറയും. നിങ്ങൾ അനിയൻ പരീക്ഷ തോറ്റു, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, ചേട്ടാ ചേച്ചി ഞാൻ പരീക്ഷ തോറ്റിട്ടുണ്ട്, ഈ തോറ്റ വിഷയം ഒന്ന് അച്ഛനോടും അമ്മയോടും അവതരിപ്പിക്കണം. ഓപ്ഷൻ എ, നിന്റെ കുരിശ് നീ തന്നെ ചുമന്നോ. ഓപ്ഷൻ ബി, ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. ഓപ്ഷൻ സി, അനിയന്റെ സാന്നിധ്യത്തിൽ ഇത് പാരന്റ്സിനോട് പറയും. ഓപ്ഷൻ ഡി, അനിയന്റെ അഭാവത്തിൽ ഇത് പാരന്റ്സിനോട് പറയും. ഓക്കെ, ടൈപ്പ് ഇൻ യുവർ ആൻസേഴ്സ്. നിങ്ങൾ ടൈപ്പ് ചെയ്തോ ABCD. ഓക്കെ, ക്ലാസ്സിലെ ഗ്രേറ്റ് മെജോറിറ്റി കുട്ടികളും ഓപ്ഷൻ സി ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങള്. ഓപ്ഷൻ സി ആണ് ഒഫീഷ്യൽ ആൻസർ കീയിലെ ബെസ്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ എന്നല്ല, ബെസ്റ്റ് ആൻസർ. കാരണം ഡിഫറൻഷ്യൽ മാർക്കിംഗ് ആണല്ലോ. ഇനി ഓപ്ഷൻ ഡി എടുത്ത ആൾക്കാർ ഡി എടുക്കാനുള്ള കാരണം എന്താ? എന്റെ പാരന്റ്സ് അനിയനോട് ചൂടാകുമ്പോൾ എനിക്കത് കാണാൻ വയ്യ, അതുകൊണ്ട് അവൻ ഇല്ലാത്ത സമയത്ത് ഞാൻ പറയും, ഓ എന്തൊരു സ്നേഹം, ചൂടാവണ് കാണാൻ വയ്യല്ലോ. പക്ഷെ ഓപ്ഷൻ ഡിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ അനിയൻ പരീക്ഷ തോറ്റ വിഷയം എന്നോട് പറയാണ്, ഇനി ആ വിഷയം കൈകാര്യം ചെയ്തത് നിങ്ങളാണ്. നിങ്ങളൊരു മെസ്സഞ്ചറിനെ പോലെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, ഒരു നേതാവിനെ പോലെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? What do you want to become? Do you want to become a messenger or do you want to become a leader? What? Messenger ആണോ ലീഡർ ആണോ? താങ്ക് യു. അനിയൻ ഇല്ലാത്ത സമയത്ത് ഇത് പാരന്റ്സിനോട് പറയുമ്പോ യു ആർ ജസ്റ്റ് ബീങ് എ മെസ്സഞ്ചർ. ദാ ഓൻ തോറ്റിട്ടോ. ഇതിപ്പോ വേണമെങ്കിൽ അനിയനൊരു ചെറിയ പേപ്പർ എഴുതിയിട്ട് തോറ്റിട്ടോ എന്ന് കത്ത് എഴുതിയാൽ പോരെ, ഒന്നുമില്ലെങ്കിലും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് പാരന്റ്സിനെ മാത്രം സീനാക്കിയാൽ പോരെ. എന്നാ പിന്നെ സീനാവൂലല്ലോ. നിങ്ങൾ വലിയൊരു മുന്തിയ മെസ്സഞ്ചർ. അനിയൻ നിങ്ങളോട് ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ ലീഡറായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സൺ ടു പേഴ്സൺ ഇന്റർപേഴ്സണൽ സ്കിൽ ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓപ്ഷൻ സിയിലാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. നിങ്ങൾ പാരന്റ്സിനെ വിളിക്കും, അനിയനെ വിളിക്കും, പാരന്റ്സ് ഇവൻ പരീക്ഷയെ തോറ്റിട്ടുണ്ട് കേട്ടോ, സാരില്ലട്ടോ, ഞാൻ നന്നായി നോയിക്കോളാം കേട്ടോ, അവൻ പഠിച്ചോളും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടോകൾ ഉപയോഗിക്കുക. അതുപോലെ പാരന്റ്സിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കാണ് അവൻ നന്നായിക്കോളും.
യു കൺവിൻസിങ് യുവർ പാരന്റ്സ്. ദാറ്റ്സ് എൻ ഇന്റർപേഴ്സണൽ സ്കിൽ ഓഫ് കൺവിക്ഷൻ. അതേ സമയത്ത് അനിയനോട് പറയാണ്, അനിയ നീ നന്നാവണം കേട്ടോ, നീ പഠിക്കണം കേട്ടോ, നീ മോശമാവരുത് കേട്ടോ, നീ പറയിപ്പിക്കരുത് കേട്ടോ, കുറച്ച് പതുക്കെ പറയാ, നീ ഇന്നെ പോലെ ആവരുത് കേട്ടോ. അത് പെർസ്വേഡ് ചെയ്യാണ് അനിയനെ. ദാറ്റ് സ്കിൽ ഓഫ് പെർസ്വേഷൻ. ആൻഡ് ബൈ ഡൂയിങ് ദിസ് ടു ആൻഡ് സോ മെനി ടോസ്, യു ആർ ആക്ച്വലി ഡൂയിങ് സ്കിൽ ഓഫ് നെഗോസിയേഷൻ. നിങ്ങൾ ആ പ്രശ്നം നെഗോഷിയേറ്റ് ചെയ്ത് പരിഹരിക്കാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ പ്രശ്നം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അതാണ് ലീഡർഷിപ്പ്. ദാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഇൻക്ലൂഡിംഗ് കമ്മ്യൂണിക്കേഷൻ സിലബസിൽ ആഡ് ചെയ്യുന്ന സമയത്ത് UPSC ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു മക്കളെ. ഞാൻ അത് പറയണേ. UPSC എന്തിനാ ഞാൻ നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്നറിയോ? കാരണം മാർക്കറ്റിൽ ഇതിന്റെ ബുക്കുകൾ ഇറങ്ങി. ഈ ക്ലാസ്സിൽ ഒരുപാട് ആൾക്കാർ C ഓപ്ഷൻ എടുത്തു. സത്യല്ലേ? നിങ്ങൾ C എടുക്കാനുള്ള കാര്യം, നിങ്ങൾ ഇന്ന് രാവിലെ 7-8 ഇടയില് സ്കിൽ ഓഫ് കമ്മ്യൂണിക്കേഷന് നിങ്ങൾ ഇന്റർപേഴ്സണൽ സ്കിൽ ഏതെങ്കിലും തിയറി ബുക്ക് വായിച്ചിട്ടാ ആണോ? ഇന്ന് 7-8 ഇടയില് സ്കിൽ ഓഫ് കൺവിക്ഷന്റെ 4 ചാപ്റ്റർ വായിച്ചിട്ട് വരിക അവിടെ ആണോ? അല്ലല്ലോ, ഒരിക്കലല്ല. ഇതാണ് UPSC ഉദ്ദേശിച്ചത്. സാമ്പിൾ ക്വസ്റ്റ്യൻ വഴി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും പറയാണ് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് UPSC പറയാണ്, രാജീവ് ഗാന്ധിന്റെ സമയത്ത് ഒരു മുത്തയ്യ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മുത്തയ്യ എന്ന് പറഞ്ഞ ആൾ രാജീവ് ഗാന്ധിനോട് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു, രാജീവ് ഗാന്ധി ഈ രാജ്യത്ത് ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഭയങ്കര കാര്യക്ഷമതയുണ്ട്, പക്ഷെ ഒന്നിനും കാര്യപ്രാപ്തി ഇല്ലാന്ന്. രാജീവ് ഗാന്ധിനെ ഏനായി പോയിട്ടുണ്ടാവില്ലേ? അതായത് ദേ ആർ ഓൾ എഫിഷ്യന്റ് ബട്ട് നോട്ട് എഫക്റ്റീവ്. എന്നിട്ട് മുത്തയ്യ പറയാണ്, അതായത് സാധാരണക്കാരോട് ഇടപെടുകാനുള്ള ഒരു അഭിരുചിയില്ല. ഓൺ ആൻ ആവറേജ് ശരാശരി ഒരു ഓഫീസറിന്റെ അടുത്ത് ഒരു ദിവസം 70 ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെന്റ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുടെ ഭാഷ സംസാരിക്കാനും അവരെ കൈപിടിച്ചുയർത്താനുള്ള ഒരു അഭിരുചി ഈ ഓഫീസറിന് വേണം. അതാണ് എഫിഷ്യൻസി, അതാണ് എഫക്റ്റീവ്നെസ്. അതിന് കുറെ ടെക്സ്റ്റ് ബുക്ക് നോളജ് അല്ല വേണ്ടത്. അത് ടെസ്റ്റ് ചെയ്യപ്പെടണം എന്ന് രാജീവ് ഗാന്ധിന്റെ സമയത്ത് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CSAT എന്ന പേപ്പറിൽ ഈ ഒരു സാധനം ആഡ് ചെയ്തത്. റൈറ്റ്? സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു ഹൗ UPSC is addressing the entire nation. അതുകൊണ്ട് ഞാൻ ഇന്റർപേഴ്സണൽ സ്കില്ലിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ വിചാരിക്കാതെ എന്തോ സാധനമാണ്, അത് ലാംഗ്വേജ് ആണ്. ഇപ്പൊ UPSC ഇന്റർവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യണോ, മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം. തമിഴ് വേണോ, തമിഴ് അറ്റൻഡ് ചെയ്യാം. ബിക്കോസ് യുവർ ലാംഗ്വേജ് ഇസ് യുവർ റൈറ്റ്. ഒരു ട്രാൻസ്ലേറ്റർ വെക്കാം, ആ ട്രാൻസ്ലേറ്റർ അവിടെ ഉണ്ടാവും. പിന്നെ ട്രാൻസ്ലേറ്റർ ഉണ്ടായതിന്റെ പേരിൽ ട്രാൻസ്ലേഷൻ കോമഡി ആവേണ്ട നോക്കിയാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, കോമഡി ആവേണ്ടെന്നാ മതി. അപ്പോ അത്രയേറെ ഈ രാജ്യത്തെ ഓരോരുത്തരും പരിഗണിക്കുന്ന ഒരു പരീക്ഷ വേറെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കമ്പൽസറി ഇംഗ്ലീഷിന്റെ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും പറയാണ്ട് 300 മാർക്കിന്റെ പേപ്പർ ഞാൻ പറഞ്ഞില്ലേ. കമ്പൽസറി ഇംഗ്ലീഷിന്റെ പേപ്പർ 300 മാർക്കിന് മെയിൻസിൽ 75 മാർക്ക് കിട്ടിയാൽ മതി, 20% മാർക്ക് കിട്ടിയാൽ മതി. കമ്പൽസറി മലയാളത്തിന്റെ ഒരു പേപ്പർ ഉണ്ടാവും. ഞാൻ അധികം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആ 300 മാർക്കിലെ 50 മാർക്കിനാണ് ഗ്രാമർ, അതും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അവസാനം. 100 മാർക്കിന് essay ആണ്. എന്തെങ്കിലും എഴുതിയാൽ എന്തെങ്കിലും കിട്ടും. 75 മാർക്കിന് കോംപ്രഹെൻഷൻ ആണ്. എങ്ങനെയാണെന്നറിയോ, ഒരു പേജിൽ തന്നെ പാസേജ് ഉണ്ടാവും, 5 ചോദ്യം ഉണ്ടാവും. അപ്പൊ 5 ചോദ്യം 75 മാർക്കിന് പറയുമ്പോൾ 5 × 15 ആണ്. 2 സെന്റൻസ് എഴുതിയാൽ മതി, 15 മാർക്ക് കിട്ടും. എന്നോടൊരു കുട്ടി വെച്ചു, പക്ഷെ അപ്പൊ 2 സെന്റൻസ് എഴുതിയാൽ 15 മാർക്ക് കിട്ടുമെന്ന്. UPSC തരികയാണെങ്കിൽ വാങ്ങിച്ചു, എന്താ പ്രശ്നം? എങ്ങനെയെങ്കിലും പാസ്സായി പോയിട്ടുള്ള പേപ്പറാണ് ഇംഗ്ലീഷിന്റെ പേപ്പർ. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാര്യം അറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സാമിന്റെ ലാളിത്യമാണ്. നിങ്ങൾ അറിയാത്ത ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു റിമോട്ട് വില്ലേജ് ഉണ്ടെങ്കിൽ ആ വില്ലേജിലെ ഒരു കുട്ടിക്കും ഈ പരീക്ഷയ്ക്ക് പഠിക്കൽ എളുപ്പമാവണം എന്നുള്ള UPSCയുടെ നീതിബോധമാണ് ആ കാര്യങ്ങളൊക്കെ. ഗ്രാമർ 50 മാർക്കിനാണ്, 100 മാർക്കിന് essay. എന്തെങ്കിലും ആ പേപ്പറിൽ ആകെ എത്ര മാർക്ക് കിട്ടിയാൽ മതി കുട്ടികളെ? ആ 375 മാർക്ക് കിട്ടിയ ആ പേപ്പർ പാസ്സായി. ക്വാളിഫയിങ് പേപ്പറാണ് കമ്പൽസറി ഇംഗ്ലീഷിന്റെ പേപ്പർ. ഇംഗ്ലീഷ് ആകെ അവിടെ ടെസ്റ്റ് ചെയ്യണുള്ളൂ, വേറെ എവിടെ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യണേ? essay പേപ്പർ മലയാളത്തിൽ എഴുതാം, ഇന്റർവ്യൂ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാം. എന്താ പ്രശ്നം? ഇനി കമ്പൽസറി ഇംഗ്ലീഷിന്റെ പേപ്പറിലെ 75 മാർക്കിന് കോംപ്രഹെൻഷൻ ഞാൻ പറയുന്നത് ചെറിയ കാര്യമല്ല. കോംപ്രഹെൻഷന്റെ ഇത്രയും പാസേജ് വായിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടാണ്. പിന്നെ പ്രെസീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ സാധനം വായിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ 75 മാർക്ക് പിന്നെയും. അപ്പൊ 100 മാർക്ക് essay, 75 മാർക്ക് കോംപ്രഹെൻഷൻ, 75 മാർക്ക് പ്രെസീസ്, അങ്ങനെ 250 മാർക്ക് ആയില്ലേ. 50 മാർക്കിന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഗ്രാമർ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നില്ല ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, അങ്ങനല്ല ഞാൻ പറയണത്. അത്രയേറെ ജസ്റ്റിസ് കാണിക്കുകയാണ്. ഇനി ഇംഗ്ലീഷ് തെറ്റിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഒരാള് ഔട്ടാവാൻ പാടില്ല എന്ന നീതിബോധം. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായ കുട്ടികളെ? My point is not to glorify UPSC, but just
തിങ്ക് അബൌട്ട് അവർ നേഷൻ. നമ്മുടെ രാജ്യം അങ്ങനെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഡീമോട്ടിവേറ്റ് അവിടെ ഇരിക്കുക, ഇത് വേറെന്തോ സാധനം, എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് അല്ലേ? യു ഹവ് കം ഫോർവേഡ് ഇൻ യുവർ ലൈഫ് വിത്ത് യുവർ എഡ്യൂക്കേഷൻ ആൻഡ് യു വിൽ എക്സെൽ, ദാറ്റ്സ് ഫോർ ഷുവർ. എപ്പോഴും പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാഷൻ ഉണ്ടാവണം, അതേപോലെ തന്നെ ഡിസയർ ഉണ്ടാവണം, ദ ബേണിംഗ് ഡിസയർ. ആക്ച്വലി എപ്പോഴും നിങ്ങൾ കാത്തു നിൽക്കുന്ന ആളുകളുടെ മുഖങ്ങൾ നിങ്ങൾ ഓർക്കുക. ലൈറ്റ് വെച്ച കാറോ അതേപോലെ തന്നെ ഗ്ലാമറോ സിനിമയിലെ കഥകളോ അതല്ല, ആ പാവപ്പെട്ട ആളുകളുടെ ഫേസ് നിങ്ങൾ ഓർക്കുക. ആ നിങ്ങളെ വിധവാ പെൻഷന്റെ പേപ്പറിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവരെ കണ്ണിന്റെ ഒരു കോണിൽ നിങ്ങൾക്ക് അനുകൂലമായുള്ള ഒരിറ്റ് കണ്ണീരുണ്ടാവും, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും അനുകൂലമാണ്. ആ വിധവാ പെൻഷൻ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവരെ കണ്ണിന്റെ കോണിൽ ഒരിറ്റ് കണ്ണീര്, നന്നായി വാ മോനെ മോളെ എന്ന് പറഞ്ഞ് നിങ്ങൾ തലയെ തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. സോ ദോസ് ആർ ദ തിങ്സ് ആക്ച്വലി ഷുഡ് ബി മോട്ടിവേറ്റിംഗ് യു ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം. Doctors, എന്താ പറയാ, when doctors is taking up this and when an academic institute നിങ്ങളെ ഞാൻ കൊല്ലുന്നുണ്ടെന്ന് അറിയാം. ഇന്റർവ്യൂവിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞു. 275 മാർക്കാണ് ഫൈനൽ മാർക്ക് ലിസ്റ്റ്. പ്രിലിംസിന്റെ മാർക്ക് കൂട്ടൂല, സ്ക്രീനിങ് മാത്രമാണ്. ഓക്കെ, ഇന്റർവ്യൂവിന്റെ എന്താ പറയാ കുറെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം, ബി യുവർ സെൽഫ്. നിങ്ങളായാൽ മതി. നിങ്ങളുടെ അപ്പൂപ്പനെയും അമ്മൂമ്മനെയും പ്രായമുള്ള ആൾക്കാർ അവിടെ ബോർഡിൽ ഉണ്ടാവുക. അവർ നിങ്ങളെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല. സത്യസന്ധമായ ഉത്തരം പറഞ്ഞാൽ മതി. അറിയെങ്കിൽ അറിയാം, അറിയില്ലെങ്കിൽ അറിയില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഐ എം ഗോയിങ് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ, maybe one last question from my side for the day. What is the biggest women issue in India? India, the biggest women issue എന്താണ്? The biggest women issue. നിങ്ങൾ മൗനാണെങ്കിൽ ഞാൻ വിചാരിക്കും ലോകത്തെ ഏറ്റവും സുഖത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളാണ്. അങ്ങനെയാണോ? The biggest women issue. അത് കുറെ ഉണ്ടായതുകൊണ്ടാ പറയാത്തെ. Lots of poverty, dowry. സ്ത്രീകൾ ഭയങ്കര പൂർ, ആണുങ്ങൾ ഭയങ്കര റിച്ച് അല്ലേ? ബേസിക് സാനിറ്റേഷൻ വലിയ പോയിന്റ് കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എവിടെയാണെങ്കിലും പബ്ലിക് സാനിറ്റേഷൻ അല്ലേ ഭയങ്കര പ്രോബ്ലം ആണ്. അൺഅവയർനെസ്, മാൽന്യൂട്രീഷൻ, അൺഎംപ്ലോയ്മെന്റ്. ഞാൻ കുറച്ച് റെസ്പോൺസ് കണ്ടിട്ട് പറയാൻ വെച്ചിട്ടാണ്. ഓക്കെ ഫൈൻ, ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അൺഎംപ്ലോയ്മെന്റ്, പേട്രിയാർക്കി അല്ലെ, എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് റെപ്രസെന്റേഷൻ, ഡൗറി, ഏർലി മാരേജ് ഒക്കെ വേണമെങ്കിൽ പറയാം. ലീഗലി എൻഫോഴ്സിബിൾ അല്ലെങ്കിലും ലാക്ക് ഓഫ് റെസ്പെക്ട്. ഞാൻ ചോദിച്ചത് ബിഗ്ഗസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, ദ ബിഗ്ഗസ്റ്റ് വിമൻ ഇഷ്യൂ, ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിലെ. അൺഇക്വാലിറ്റി. ഞാൻ എന്തിനാ ചോദ്യം ചോദിച്ചതെന്ന് അറിയോ? And that question is not to the students of Avestella Marist College. That question is to every Indian, including me and you. The biggest women issue. അവള് ഈ ഭൂമിയുടെ തൊലിപ്പത്ത് സഞ്ചരിക്കുമ്പോൾ അവള് സുരക്ഷിതമല്ല, ആ വിഷയമല്ല. ഡൊമസ്റ്റിക് വയലൻസോ ഡൗരിയോ ലാക്ക് ഓഫ് റെസ്പെക്റ്റോ ലാക്ക് ഓഫ് വിമൻ പാർട്ടിസിപ്പേഷൻ പവറോ ഒന്നുമല്ല, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഒന്നുമല്ല. ദ ബിഗ്ഗസ്റ്റ് ഇതൊക്കെയാണ്, അതൊക്കെ ഇഷ്യൂ. പബ്ലിക് സാനിറ്റേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. The biggest women issue in India is that she is denied the most important right. She is denied the most important right, the right to take birth in this beautiful world. ഈ ഭൂമിയിൽ ജനിച്ച് വീഴാനുള്ള അവകാശം നിഷേധിക്കപ്പെടണം. ഇന്നും നമ്മൾ കേരളത്തിലല്ല ഇത് കാണേണ്ടത്, ഇന്ത്യയിലാണ്. മലയാളിക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. പെൺ ഭ്രൂണഹത്യ മലയാളിക്ക് ചിന്തിക്കാൻ അപ്പുറത്തേക്കാണ്. പക്ഷെ ഇന്നും she is denied the most important right, the right to take birth in this beautiful world, the right to life. She is murdered inside the place which is supposed to be the safest in the world. A place which is supposed to be the safest in the world is the womb of a mother. Or ammയുടെ ഗർഭപാത്രത്തിൽ she is murdered, she is harassed, she is molested. She is murdered there, where she is supposed to be the safest in the world. ഹരിയാനയും ജാർഖണ്ഡിനെയും ബീഹാറിനെയും യുപിനെയും ഛത്തീസ്ഗഡിനെയും രാജസ്ഥാനെയും അറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടും കൂടെ സിവിൽ സർവീസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. മലയാളികൾക്കുള്ള മലയാളി പ്രശ്നമൊന്നല്ല മലയാളീസ്.
മലയാളികളുടെ ആവശ്യമാണ് ജാർഖണ്ഡിനും ബീഹാറിനും രാജസ്ഥാനിനൊക്കെ. കേരള കേഡർ കിട്ടില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും സങ്കടം ഉണ്ടാവരുത്. ചിലപ്പോൾ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ചിലപ്പോൾ കേരള കേഡർ കിട്ടില്ല, സാരില്ല. കേരളത്തിന് വേണ്ടിയിട്ടല്ലോ നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നത്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും യു പിയിലുള്ള ആളുകൾ അറിയട്ടെ, നല്ല രീതിയിൽ അധികാര വികേന്ദ്രീകരണങ്ങളും നല്ല സോഷ്യൽ സിസ്റ്റത്തിലും വളർന്ന് മലയാളിയുടെ ഒരു ഇടപെടൽ അവർക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. സോ ഡോണ്ട് വറി അബൌട്ട് യുവർ പോസ്റ്റിംഗ്. You'll be posted in India and there are places which really needs you. അപ്പൊ അത് നിഷേധിക്കപ്പെടുന്ന ഹരിയാനയും ജാർഖണ്ഡും ബീഹാറിനെയും അറിയണം. അതും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ ഒരു വിരൽ വേദനിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ അവരുടെ നീറുന്ന വിഷയങ്ങൾ നമ്മുടെ വിഷയങ്ങളായി മാറുമ്പോഴാണ് we are preparing for this exam. Now why did I ask that question? After birth വരണ്ട, പ്രശ്നമില്ലാന്ന് പറഞ്ഞില്ല. I asked this question to welcome you to preparing for civil service. Right? And welcome home, welcome to prepare for civil service. നിങ്ങൾ ഇതിനെ കുറെ സഹിച്ചിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു. അതിപ്പോ റേഡിയോ ബാങ്ക് തുറന്ന വഴി ഞാന് നമ്മുടെ മലപ്പുറം കത്തിന്റെ ഡെഫിനിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സംഭവം മലപ്പുറം കത്തി എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്കൊരു അവസരം നൽകണം എന്തെങ്കിലും ചോദിക്കാൻ. നിങ്ങൾക്ക് കുറച്ച് ടൈം വേണമല്ലോ. ഓക്കെ, പ്രിലിംസിനെ പറ്റിയിട്ട് ഞാൻ അതാണ് പറഞ്ഞത്. CSAT ക്വാളിഫയിങ് പേപ്പർ ആണ്. GS അതേ ടോപ്പിക്സിനുള്ളത് 4 GS പേപ്പറുകൾ ഉണ്ട്. പിന്നെ ഓപ്ഷണൽ പേപ്പർ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ പേപ്പർ എടുക്കുക. അത് ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിച്ചതോ പഠിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ബാഹ്യമായിട്ടുള്ള ഒപ്പീനിയൻസ് കുറെ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എനിക്ക് അതാണ് ഇഷ്ടം, എനിക്കതാ കൺവീനിയൻസ്, നിങ്ങൾക്ക് തോന്നെങ്കിൽ അത് എടുക്കുക. അല്ലാണ്ട് ഈ വർഷം അതിന് ഒരുപാട് റിസൾട്ട് ഉണ്ട്, അതിന് കോച്ചിങ് അവൈലബിൾ ആണ്. ഇപ്പൊ എന്തിനാ കോച്ചിങ് അവൈലബിൾ അല്ലാത്ത? അതിന് മെറ്റീരിയൽ അവൈലബിൾ ആണ്. എന്തിനാ മെറ്റീരിയൽ അവൈലബിൾ അല്ലാത്ത? അതിന് ഒരുപാട് ആൾക്കാർ പാസ്സായി അങ്ങനെയൊന്നുമില്ല. അതിന് കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, അങ്ങനെയാണ്. കുറെ ആൾക്കാർ പഠിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഇഡ്ഡലിയും ദോശയും തിന്നുന്നുണ്ട്, അതാണ് നല്ലത്. അങ്ങനെയല്ലല്ലോ. നിങ്ങളെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങളുടെ ഐച്ഛിക വിഷയം. നിങ്ങൾ കംഫർട്ടബിൾ ആണോ, നിങ്ങൾക്ക് തോന്നുന്ന അതിന്റെ സിലബസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, സിലബസ് നമുക്ക് തീർക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കണം. And that's one opinion that I have regarding optional papers. Okay, കുട്ടികൾ. കോച്ചിങ് പെട്ടെന്ന് കോച്ചിങ് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, നിങ്ങളെ ചോദിച്ച മക്കളെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ഓടിച്ചു പോയതാണ്. ഞാൻ പറഞ്ഞത് ഒരു ഓറിയന്റേഷൻ പോലെ ഒന്നല്ല, ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. എത്ര പേപ്പർ എത്ര മാർക്കൊക്കെ ഗൂഗിൾ ഉണ്ടല്ലോ. ഞാൻ ഓപ്ഷനില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓപ്ഷനില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. സിവിൽ സർവീസിന്റെ വേറെ റിക്വയർമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കുന്നുണ്ട്. വേറെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഫാക്ട്സ് ഇതിന് ആവശ്യമില്ല. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, കാര്യങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇൻഫാക്ട് ദാറ്റ് വിൽ മേക്ക് പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാം ഓൾ ദ മോർ ഇൻട്രസ്റ്റിംഗ്. ഓരോന്നിനും അതിന്റെ പിന്നിലായ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന് പ്രിപ്പറേഷന്റെ പ്രക്രിയ അങ്ങനെയായിട്ട് അത് മാറുക. പിന്നെ ബുക്ക്ലെറ്റ് നിങ്ങൾ സീരിയസ് ആക്കി എടുക്കുക. ഒരു കാര്യം ഞാൻ ബുക്ക്ലെറ്റിനെ പറ്റി പറയാനുള്ള കാര്യം അതായിരുന്നു, നിങ്ങൾ എന്ത് വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇത് ഇത്ര വേഴ്സിലാണ് എഴുതണ്ടേ. പിന്നെ പത്രം വായിക്കുമ്പോൾ പത്രാധിപനുള്ള കത്തുകളും വായിക്കണം, എഡിറ്റോറിയലൊക്കെ വായിക്കണം. ഇപ്പൊ വായിക്കാന്ന് പറയുമ്പോൾ നാളെ തന്നെ പോയിട്ട് പത്രം ഒന്നായിട്ട് വായിക്കാന്നല്ല പറയണത്. ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അതിലേക്ക് താല്പര്യം കൊണ്ടുവരണം. ഓക്കെ, നാളെ തന്നെ പോയിട്ട് പത്രം ഫുള്ള് വായിക്കുക, നാളെ തന്നെ പോയി 2 മണിക്കൂർ പത്രം വായിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, സാവകാശം അതിലേക്കുള്ള ടേസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. കാരണം ന്യൂസ് പേപ്പർ റീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് അതാ. നമ്മുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്ക് ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഹിസ്റ്ററി, ഞാൻ ഒരു ഉദാഹരണം പറയാം. 2017 പ്രിലിംസിന്റെ ഒരു ചോദ്യമായിരുന്നു സത്രിയ ഡാൻസ് ഫോമിനെ പറ്റിയിട്ട്. നിങ്ങൾ NCERT ബുക്കിൽ വായിക്കുന്നതാണ് ഡാൻസ് ഫോമുകളെ പറ്റിയിട്ട്. 2017 ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു, സത്രിയ ഡാൻസ് ഫോം ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം ആയി എന്നുള്ളത് ഒരു വാർത്തയാണ്. ആ വർഷം പ്രിലിംസിന് ചോദിച്ചു സത്രിയ ഡാൻസ് ഫോമിനെ പറ്റി. അപ്പൊ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ന്യൂസ് കണ്ടാൽ പോലും നിങ്ങൾ ഓർക്കണം, അയ്യോ ഇതിന്റെ സിവിൽ സർവീസിന്റെ ടോപ്പിക് ആണല്ലോ എന്ന്. ഹരിയാനയുടെ ഹിസാറിന്റെ അടുത്ത് രാജ്ഗാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏൻഷ്യൻ സിവിലൈസേഷൻ സൈറ്റ് കണ്ടെത്തി എന്നുള്ള വാർത്ത ന്യൂസ് പേപ്പറിൽ വന്നിരുന്നു. ആ വർഷം അത് പ്രിലിംസിൽ ചോദിക്കുകയും ചെയ്തു. ആ മൊഹൻജദാറിനേക്കാളും വിസ്തീർണമുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻ സൈറ്റിനെ പറ്റി ചോദിച്ചു. അപ്പോൾ ആ ഒരു വിവേകം, ആ ഒരു വിസ്ഡം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് സിലബസ് നന്നായിട്ട് അറിയണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് വിസ്ഡം. ഇപ്പൊ എന്താ പറയാ, ഇതൊരു പെപ്സിന്റെ കുപ്പിയാണെന്ന് വിചാരിക്കും. ഓക്കെ, വെറുതെ വിചാരിക്കാമല്ലോ അല്ലെ, പെപ്സിന്റെ കുപ്പി. ഇത് മലയാളം നേരത്തെ വിചാരിച്ചില്ലേ, എന്നിട്ട് അപ്പൊ ഇത് പെപ്സിന്റെ കുപ്പിയാണെന്ന് വിചാരിക്കും. ഇതൊരു പെപ്സിയുടെ കുപ്പിയാണെന്ന് അറിയല് ഇൻഫർമേഷൻ ആണ്. ഇത് 300 ml ആണ്,
ആച്ചു ഇതൊരു 300 ml ആണ്, ഇതിന്റെ ഇറങ്ങി കണ്ടന്റ് ഇതാണ് എന്നൊക്കെ അറിയില്ല, നോളജ് ആണ്. എന്നാൽ അത് കുടിക്കണം നല്ലതല്ല എന്നറിയില്ല എന്താണ്, വിസ്ഡമാണ്, വിവേകമാണ്. അപ്പൊ ഇൻഫാക്ട് ദാറ്റ് ഇസ് ആക്ച്വലി ദ റിയൽ ചാലഞ്ച് ഓഫ് ദി യങ് ആസ്പിറൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, that you'll have lots of materials to coach you, to guide you, to crack this exam. But what is not required എന്നുള്ളത് മനസ്സിലാവണമെങ്കിലും സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാര്യം അറിയാം. ഇപ്പോൾ സ്റ്റേറ്റ് അക്കാഡമിയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ ഒരു ഓറിയന്റേഷൻ ആയിരുന്നു. അപ്പോഴും കുട്ടികളെ ചോദിക്കുന്ന വലിയ ചോദ്യം എന്താ വെച്ചാല് കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഏതാണ് വായിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ ഒരു കോച്ചിങ് ഒരു മെറ്റീരിയൽ നിങ്ങൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രവായന അങ്ങോട്ട് നിർത്തും. ഈ കോച്ചിങ് മെറ്റീരിയലുകളിൽ, കറണ്ട് അഫയേഴ്സിന്റെ കോച്ചിങ് മെറ്റീരിയലുകളിലെ പ്രശ്നം എന്താ, അതിൽ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. കാരണം അവർ തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ കുട്ടികളെ. എ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഓൺലൈൻ കറണ്ട് അഫയേഴ്സിന്റെ ബുക്ക്ലെറ്റ് ഉണ്ട്, PDF ഉണ്ട് വിചാരിക്കേ, അല്ലെങ്കിൽ ബിന്റെ ഉണ്ട്, സിന്റെ ഉണ്ട്. അപ്പൊ അവരെന്താണ് ആളുകൾക്ക് കൊടുക്കുന്നത്, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധനം ഉണ്ടാവണം, അത് നല്ല കളറാക്കും. പക്ഷെ വേണ്ടാത്തത് ഉണ്ടാവാനുള്ള സാധ്യത അതിലില്ല കുട്ടികളെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മളൊരു ഒറിജിനൽ, അപ്പൊ നിങ്ങൾ യങ് ആസ്പിറൻസ് ആണ്, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, യു ഹാവ് എ ലോങ് വേ ടു ഗോ ഇൻ ഫ്രണ്ട്. സോ ഐ വുഡ് വാണ്ട് യു ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് അവർ ഓൾഡ് ഹാബിറ്റ് ഓഫ് റീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സാരമില്ല. എന്തിനായി ബുദ്ധിമുട്ടിനൊക്കെ? അവർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അവരൊക്കെ മുഖങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, വലിയ വലിയ കാര്യങ്ങളല്ല ഓർക്കണ്ടേ, താഴോട്ട് നോക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർക്കുക. Then that will make you really happy preparing for this exam. And you need that happiness. സന്തോഷം വേണം. ആ കഷ്ടപ്പെടുമ്പോ ഒക്കെ ഇവിടുന്ന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്തിനാ പഠിക്കാനുള്ള ബോധ്യം നമുക്ക് എന്നും ഉണ്ടാവണം. ഓക്കെ, വേറെ കുട്ടികളെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങള് ക്വസ്റ്റ്യൻസിന് വേണ്ടി നോക്കുകയാണ്. നിങ്ങൾ എന്തും ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാന്നല്ല, അറിയുന്നത് പറഞ്ഞുതരാം, അല്ലാതെ റെഫർ ചെയ്ത് പറഞ്ഞുതരാം, അങ്ങനെയാണല്ലോ. സിസാറ്റ് മനസ്സിലായല്ലോ അല്ലെ? ഒബ്ജക്റ്റീവ് ആണ്, OMR ഷീറ്റ് ആണ്, ബേസിക് ന്യൂമറിക്സ് 10th ലെവലേ ഉള്ളൂ. നോക്ക് കുട്ടികളെ, ഞാൻ ഇതും കൂടെ പറയാം. സിസാറ്റിന്റെ സിലബസിൽ 3 സ്ഥലത്ത് 10ാം ക്ലാസ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ബേസിക് ന്യൂമറിസി 10ാം ക്ലാസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ 10ാം ക്ലാസ്, ഡേറ്റ സഫിഷ്യൻസി 10ാം ക്ലാസ്. എന്തിനാണ് അവര് 3 സ്ഥലത്ത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ? എന്താ പറയുക, നമ്മളെ സഹായിക്കാനാണ്. സിലബസ് ഗൈഡ് ചെയ്യാണ് നമ്മളെ, അത് മതി, ഈ ലിമിറ്റ് മതി. ജനറൽ വേണം, NCERT 10ാം ക്ലാസ് വരെ വായിക്കണം, അതിനപ്പുറത്തേക്ക് വേണ്ട. അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി അവബോധം ഉണ്ടാവണം. ലേറ്റസ്റ്റ് ആയി വരുന്ന ജനറൽ സയൻസിനെ പറ്റിയിട്ടും വൈറസിനെ പറ്റിയും ഇമ്മ്യൂണോളജിയെ പറ്റിയൊക്കെ നല്ല അവബോധം ഉണ്ടാവണം, പത്രവായനയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു അക്കാഡമിക് ലെവൽ അങ്ങനെ വെക്കാനുള്ള കാര്യം എന്താ, 10 കഴിഞ്ഞിട്ട് എല്ലാവരും സ്ട്രീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് സാർ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഇസ് എ മദർ ഓഫ് ഓൾ ദി എക്സാമിനേഷൻ. നല്ലൊരു കൃത്യമായ വ്യക്തമായ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വെൻ യു സ്റ്റെപ്പ് ഫോർവേഡ് ടു പ്രിപ്പയർ ഫോർ ദിസ് എക്സാം, നമുക്ക് ഒരുപാട് എക്സാമുകൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോൾ സിവിൽ സർവീസ് ആണെങ്കിലും അത് എഴുതാൻ സമയത്ത് നിങ്ങൾ എഴുതുന്ന പല പരീക്ഷകൾക്കും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. Not the information, but the transformation that you will get while preparing for this exam. Because the word is transformation, not information. Okay? ഇല്ല, നല്ല ചോദ്യമാണ്, വളരെ നിഷ്കളങ്കമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൃഷ്ണവേണിന്റെ ആ ചോദ്യം. സത്യം പറഞ്ഞാൽ എന്നാൽ ആ കുട്ടിയെങ്കിലും അത് ചോദിച്ചില്ല, പലർക്കുള്ള ചോദ്യം. ആ കുട്ടിക്ക് നിങ്ങളൊരു കയ്യടി കൊടുക്കണം. ഓക്കെ, നല്ല മോളാണ്, ഇഷ്ടപ്പെട്ടു. മക്കളെ, മാമൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് പറയാനും കിട്ടുന്നില്ല. അതായത് അതൊക്കെ സ്വാഭാവികമാണ്. പഠിച്ചവൻ നിങ്ങളെ ടീച്ചേഴ്സൊക്കെ ഉള്ള ക്ലാസ്സിൽ ഞാൻ സപ്ലി സ്വാഭാവികം ഞാൻ പറയാൻ പാടില്ല, പക്ഷെ ഞാനിത് പറയാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഡിഗ്രി ഫൈനൽ ഇയർ ആവുന്ന കുട്ടികൾക്ക്, കൃഷ്ണപടി എന്താ കയ്യടിവേ, ഡിഗ്രി ഫൈനൽ ഇയർ ആയ കുട്ടികൾക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതാം. ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴും സിവിൽ സർവീസ് എഴുതാം. കാരണം ഈ പരീക്ഷയുടെ പ്രക്രിയ ഒരു വർഷം ഉണ്ടല്ലോ. പ്രിലിമിനറി കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞാൽ മെയിൻസ്, അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ ഇന്റർവ്യൂ. അതുകൊണ്ട് പരീക്ഷ പ്രക്രിയ തന്നെ ഒരു വർഷം ഉണ്ടായതുകൊണ്ട് ഡിഗ്രി ഫൈനൽ ഇയർ ആയ കുട്ടിക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം, പ്രിലിംസ് എഴുതാം. ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി വരുമല്ലോ, അതിനെ കൊണ്ട് ആ സാധനം വേണം. അപ്പൊ പിന്നെ ഇന്റർവ്യൂവിന്റെ അവിടെ എത്തിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാരെ എനിക്ക് സപ്ലൈ ആയത് കിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണേ, അതിനെക്കൊണ്ടാണ്. അതിനെക്കൊണ്ട് മാത്രം നിങ്ങൾ ആ ഇന്റർവ്യൂ എത്തുന്നതിന് മുമ്പ് ആ സാധനം എഴുതിയെടുത്താൽ ഉഷാറായി. മനസ്സിലായോ? അത് ഞാൻ ആ ഒരു ആൻസറിന് ഞാൻ ഇങ്ങനെ ഉത്തരം പറയാൻ കാരണം ഡിഗ്രി ഫൈനൽ കുട്ടികൾക്കും എഴുതാം സിവിൽ സർവീസ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, യു മേ ബി ഇൻ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഐ ഡോണ്ട് നോ. ഒരു കാര്യം ഞങ്ങളോട് പറയാം, നിങ്ങൾ കോളേജില് സിവിൽ സർവീസിന് നല്ലൊരു ഡിഗ്രി മതി എന്നാണ് പൊതുവെ പറയാറ്. അങ്ങനെ പക്ഷെ നിങ്ങളോട് എനിക്ക് അത് പറയാൻ പാടില്ലല്ലോ. ഡിഗ്രി നിങ്ങൾ നല്ല മാർക്കിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക ഡിഗ്രിയിൽ.
നന്നായിട്ട് പഠിക്കുക. കാരണം ഇനി നിങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ട ആവശ്യം യൂണിവേഴ്സിറ്റി ടോപ്പർ ആവാനോ ഡിഗ്രി നല്ല മാർക്ക് വാങ്ങാനോ വേണ്ടിയിട്ടൊന്നല്ല. നാളെ നിങ്ങൾ നല്ലൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് UPSC ഏതാവാം, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ആളുകൾ കാണുമല്ലോ. അപ്പൊ ഡിഗ്രിയുടെ മാർക്ക് ആ സമയത്ത് അത് വാല്യുബിൾ ആണ്. UPSC സിവിൽ സർവീസ് ഞാൻ നിങ്ങളോട് കോളേജ് പഠിക്കുന്ന നിങ്ങളോട് ഞാൻ അത് പറയേണ്ട കുട്ടികളെ, അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആയി പോലെ ഒരു ഡിഗ്രി മതി അങ്ങനെയല്ല. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങും. കാരണം നിങ്ങൾ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഇന്റർവ്യൂ ബോർഡ് നോക്കും. ഡിഗ്രിയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഇന്റർവ്യൂവിൽ മാർക്ക് കുറയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. എന്നാലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ മുന്നിൽ നമ്മൾ ഡോക്യുമെന്റ് കൊടുക്കല്ലേ, അതൊരു നല്ലൊരു ഡോക്യുമെന്റ് ആയിക്കോട്ടെ. എന്തെങ്കിലും അഭിപ്രായം? മോശമാക്കണോ? ഡിഗ്രി മാർക്ക് ഒരിക്കലും സിവിൽ സർവീസിന്റെ സെലക്ഷനോ എലിമിനേഷനോ ബാധകമല്ല. അല്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവര് നോക്കിക്കോളും തന്നെയല്ല, കാരണം അവർക്ക് അറിയാലോ ഡിഗ്രി പാസ് ചെയ്യാൻ വരുള്ളൂ എന്നുള്ളത്. പക്ഷെ എന്നാലും അങ്ങനെയല്ല, നമ്മളെ കൂടെ കൊണ്ടു നടക്കുന്ന സാധനമല്ലേ, അത് കുറച്ചും നന്നായിക്കോട്ടെ. എങ്ങനെയുണ്ട്? സാറായില്ലേ? അതന്നെ എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. അപ്പൊ കുട്ടികളൊക്കെ നന്നായി പഠിക്കാനും കൂടെ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത. ഓക്കെ കുട്ടികൾ, നിങ്ങൾ എന്ത് ചെയ്യും? മറ്റു സംശയങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ സാറേ? അങ്ങ് ചെയ്യാ. കുട്ടികൾക്ക് സംശയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം മനസ്സിലായതുകൊണ്ടാണോ? അപ്പോൾ സാറേ അങ്ങ് ചെയ്യ സാറേ. സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? ഓക്കെ സാർ, ഓക്കെ. നമ്മള് ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അതോടൊപ്പം നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ ഇതൊരു തുടക്കമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. നമ്മൾ ASMC കോളേജിന്റെ സിവിൽ സർവീസിന്റെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ കോഴ്സ് ഒരു 1 year കോഴ്സാണ്. 200 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, സിവിൽ സർവീസിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. അത് പൂർണ്ണമായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ഒരു ക്ലാസ് ആണ്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ്. ഈ ഗൂഗിൾ ക്ലാസ് റൂം നമ്മളൊരു ഓൺലൈൻ ലൈബ്രറി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓൺലൈൻ ലൈബ്രറി ആയിട്ടുള്ള ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങളുടെ സിവിൽ സർവീസ് പഠനത്തിന് ഉപകരിക്കുന്ന എല്ലാ തരത്തിലുള്ള റിസോഴ്സസും, എന്ന് വെച്ചാൽ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ, EPW, അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ, യോജന തുടങ്ങിയിട്ടുള്ള മാഗസീൻസ്, അതുപോലെ തന്നെ റെഫറൻസ് ടെക്സ്റ്റുകൾ, ടീച്ചേഴ്സ് നൽകുന്ന മെറ്റീരിയൽസ്, അതുപോലെ നിങ്ങൾ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള റെഫറൻസിനുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഗൂഗിൾ ക്ലാസ് റൂമാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ പോവുക. അതോടൊപ്പം തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അത് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോവിഡിന്റെ പശ്ചാത്തലമൊക്കെ കഴിയുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ട് ഒരു മന്ത്ലി ഇവാലുവേഷൻ സെഷൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചില പ്രിപ്പറേഷൻസ്, ചില ഡെയിലി വർക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് പേപ്പർ വായിക്കേണ്ടതുണ്ട്, നമ്മുടെ തന്നെ നോട്ട്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ടു ഫേസ് സെഷൻ കോളേജിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്നുണ്ടാവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. സാധാരണഗതിയിൽ സിവിൽ സർവീസിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു കോഴ്സാണ്. പക്ഷെ നമ്മളിവിടെ കോളേജിന്റെ കൂടി ഇൻവോൾവ്മെന്റോടുകൂടി ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് 1 yearലേക്കുള്ള ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപ മാത്രമാണ്. അപ്പോൾ അതും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരു സിംഗിൾ പേയ്മെന്റിലൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക, ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ ഈ 5000 രൂപ അടച്ചാൽ മതിയാവും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 500 രൂപ അടച്ച് രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ്, ബാക്കി കോഴ്സ് ഫീ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതിയാകും. അപ്പോൾ ആ രീതിയിൽ എല്ലാവർക്കും, അതേപോലെ തന്നെ നമ്മുടെ കൂടെ ആസ്പിരൻസ് ആയിട്ടുള്ള കുട്ടികളിൽ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം. കോഴ്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെയുള്ള സംബന്ധിച്ച കാര്യങ്ങൾ കോളേജുമായിട്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങളെ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾ തുടരുക.
ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിങ്ങളുടെ കോളേജിന്റെ വലിയൊരു ഇനീഷ്യേറ്റീവ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു പോൾ സാറ് വളരെ ഇനീഷ്യേറ്റീവോടുകൂടി നമ്മളെ സമീപിച്ചിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ. കാരണം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് വളരെ ലളിതമായിട്ടുള്ള ഒരു ഫീസിൽ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ കിട്ടുക എന്നുള്ളതാണ് കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ കോളേജിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ലഭിക്കുക. പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. 50,000 മുതൽ ഏകദേശം 1,80,000 രൂപ 1 ഇയർ ഫീസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് സാധാരണക്കാരനെ കൊണ്ട് എത്തി നോക്കാൻ പറ്റാത്ത ഒരു മേഖലയായിട്ട് സിവിൽ സർവീസ് മാറാം. അപ്പൊ ഇതെല്ലാവർക്കും ഇത് കൈകളിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കുക, ജനകീയമാക്കുക. നിമിഷ സാറ് പറഞ്ഞ പോലെ നമ്മളെ പോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കുറച്ച് സിവിൽ സർവീസ് ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഡെക്ടസ് അക്കാഡമിയും ASMC കോളേജും ശ്രമിക്കുന്നത്. അപ്പൊ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവുക. നമ്മുടെ നിംഷിത് സാറൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. നമ്മുടെ CSAT പേപ്പറും എത്തിക്സ് പേപ്പറും ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നൽകുന്നത് നിംഷിത് സാറൊക്കെയാണ്. ഫാക്കൽറ്റീസിനൊക്കെ നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഏതായാലും നിങ്ങൾ ഓറിയന്റേഷന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അതിൻ്റെ അകത്ത് വരും. കോളേജുമായിട്ട് ആലോചിച്ച് ബാക്കി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അതിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ് കോഴ്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട നിംഷിത് സാറിന് കോളേജിന്റെ പേരിലും ഡെക്ടസ് അക്കാഡമിയുടെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകര്, വിദ്യാർത്ഥികള് എല്ലാവർക്കും ഡെക്ടസ് അക്കാഡമിയുടെയും കോളേജിന്റെയും പേരിലുള്ള ഹാർദവമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു നിംഷിത് സർ വൺസ് അഗൈൻ.